ഇതിന് റിസൾട്ടും ഭയങ്കരമാണ്. ഞങ്ങൾ പറഞ്ഞത് 98% ആൾക്കാർ ജോലിക്ക് കയറി എന്ന് പറയുമ്പോൾ ബാക്കി 2% ആൾക്കാർ സ്റ്റാർട്ടപ്പ് എടുത്താൻ പോയവർ, വിദേശത്ത് പഠിക്കാൻ പോയവരൊക്കെയാണ്. അല്ലാതെ ജോലി കിട്ടാത്ത വളരെ കുറവാണ്. കേരളത്തിൽ നിന്ന് സാലറി ഏറ്റവും കൂടുതൽ കൊടുക്കുന്നത് നമ്മളാണ്. അതായത് നമ്മൾ എപ്പോഴും വാല്യൂ എന്താ വെച്ചാൽ ജോലിയുടെ കാര്യത്തിലും സാലറിയുടെ കാര്യത്തിലും നമ്മൾ കീപ്പ് ചെയ്തിട്ടുണ്ട്. ഇവിടെ പഠിച്ചതിന് 98% കുട്ടികൾക്ക് ജോലി കൊടുത്തിട്ടുണ്ട്. അത് 40,000 ആവറേജ് സാലറി. കേരളത്തിൽ ഒരു സാധനം കൊടുക്കുന്നില്ല. ശരിക്കും എഡ്യൂടെക് അല്ലെങ്കിലും ബൈജൂസിന്റെ ഫെയിലിയർ എന്ന് ഒരിക്കലും പറയുന്നില്ല. അവരുടെ സ്ട്രാറ്റജി കറക്റ്റ് ആവാത്തതുകൊണ്ട് എല്ലാവരും ഇവിടെ സെലിബ്രേറ്റ് ചെയ്യുന്നത് എന്താ പറയുക സക്സസിനെ മാത്രമാണ്. ശരിക്കും പഠിക്കേണ്ടത് ഞാൻ മനസ്സിലാക്കുന്നത് ഫെയിലിയർ എന്നല്ല, എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു, നമ്മൾ എങ്ങനെ സംഭവിക്കാതിരിക്കാം. നമ്മൾ ആ സ്റ്റാർട്ടപ്പ് എന്താണെന്നും നമ്മൾ ആദ്യം സ്റ്റാർട്ടപ്പ് ചിന്തിക്കുമ്പോൾ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമോ ഫേസ്ബുക്ക് പോലുള്ള സോഫ്റ്റ്വെയർ കമ്പനിക്ക് മാത്രമേ സ്കെയിലബിൾ ആകാൻ പറ്റുള്ളൂ ചിന്തിക്കാം. നമ്മളെപ്പോഴും സ്റ്റാർട്ടപ്പിനെ കുറിച്ച് പഠിക്കുന്നപ്പോൾ ബൈക്ക് കോമ്പിനേറ്ററിന്റെ വീഡിയോ കണ്ടവർ പറയും ഒരിക്കലും സ്കെയിലബിൾ അല്ലാന്ന് തോന്നുന്ന മോഡലിനുമാണ് സ്കെയിൽ ചെയ്യുന്നത്. അന്ന് തോറ്റു ഞങ്ങൾ. ഫണ്ട് റേസ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയ്ക്ക് ഞങ്ങൾ കുറേ ഇരുന്ന് ഞങ്ങൾ ഒരു 10-40 മീറ്റിംഗ് ഞാനിരുന്നു. പിന്നെ അതുപോലെ സ്കെയിൽ ചെയ്യാൻ പറ്റുന്നതിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ ചോദ്യങ്ങളുണ്ട്. അപ്പോൾ അതിലൊക്കെ നമുക്ക് സൊല്യൂഷൻ്റെ കുറേ പ്രശ്നങ്ങളുണ്ട്. പല ലാംഗ്വേജിലോട്ട് എന്ത് ചെയ്യാന്നൊക്കെ അതിനെക്കുറിച്ച് അങ്ങനെ അവിടെയൊക്കെ നമ്മളിങ്ങനെ സ്റ്റക്കായിട്ടിരിക്കും. ആൻസർ പലതും ഇല്ല. In a world where dreams often seem just out of reach, where many long to break free from constraints, there emerges a story of grit, faith and transformation. Meet Mr. Nikhil Kilivail, founder, visionary and mentor who dared to imagine something extraordinary. He believed that talent is everywhere, opportunity is not. He believed in the power of caring, in the strength of a community that lifts each other. That belief gave birth to Prototype, not just another training academy, but a lifeline for anyone who wanted to rewrite their future. Through Bro Camp, thousands of students from different backgrounds have found direction, learned skills, and discovered the confidence to chase their dreams. Today, Prototype stands strong, working alongside national missions, reaching places no one thought possible, and creating success stories that inspire one after another. Let me welcome Mr. Nikhil Kilivail to GHC Growth Talks. ശരിക്കും ഒരു സ്റ്റാർട്ടപ്പിലാണെങ്കിലും ബിസിനസ്സിലാണെങ്കിലും ഇനീഷ്യൽ ക്യാപിറ്റൽ വളരെ ഇമ്പോർട്ടൻ്റാണ്. ശരിക്കും റൈറ്റ് ഫണ്ട് റൈറ്റ് ടൈമിൽ കിട്ടണം എന്നാണ് പറയുക. അല്ല എങ്കിലാണ് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു പ്രോട്ടോടൈപ്പിൻ്റെ ജേർണിയിൽ നമ്മൾ സംസാരത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഒരു സപ്പോർട്ട് ചെയ്യുന്ന ഫാമിലി ഫ്രണ്ട് ഉണ്ടായിരുന്നു ഒരു പോയിന്റിൽ. പക്ഷെ അത് ഒരുപാട് പേര് സംസാരിച്ചല്ല ഒരു പോയിന്റിലാണ് എത്തിയത്. അപ്പോൾ ഇനീഷ്യൽ ഫാമിലി ഫ്രണ്ട്സ് റൗണ്ട് അല്ലെങ്കിൽ ഇനീഷ്യൽ HNI എങ്ങനെ കണ്ടെത്തി, എന്തൊക്കെ ചലഞ്ചസാണ് അതിലുണ്ടായതിനെ പറ്റി ഒന്ന് ബ്രീഫ് ചെയ്യാമോ? അതിലൊന്നെന്താ വെച്ചാൽ നമ്മളൊരു സ്റ്റാർട്ടപ്പ് ചെയ്ത് വിജയിപ്പിക്കാത്ത അല്ലാത്തതുകൊണ്ട് തന്നെ പിന്നെ ബിസിനസ് ബാക്ക്ഗ്രൗണ്ടിലുള്ള ഫാമിലി അല്ല നമ്മൾ. അപ്പോൾ അതുകൊണ്ട് ഫാമിലിയിൽ നിന്ന് ആരും ഫണ്ട് തരാനും ഇല്ല. അപ്പോഴുള്ള അവസ്ഥ എൻ്റെ മുന്നിൽ ഇത് എവിടുന്ന് ഫണ്ട് എടുക്കും എന്നുള്ളതാണ്. അങ്ങനെയാണ് നമ്മൾ ഫോളോ ചെയ്യുന്ന 1-2 കോൺസെപ്റ്റുകൾ നമ്മളെ വല്ലാണ്ട് സ്വാധീനിച്ചു. അതായത് 100 പേരോട് നിങ്ങൾ പൊട്ട ഐഡിയ ആയിക്കോട്ടെ, ഈ ഐഡിയക്ക് പോയി ഫണ്ട് വെച്ചിട്ട് നിങ്ങൾക്ക് ഫണ്ട് കിട്ടിയില്ലെങ്കിൽ ഇങ്ങോട്ട് വാന്ന് പറഞ്ഞ് ഡാൻ പെനിയുടെ വാക്കുകളുണ്ട്. അതേപോലെ റിജക്ഷൻ പ്രൂഫാണ് ബുക്ക് ചെയ്ത് ജിയാ ചാങ് ഉണ്ട്. അതായത് 100 പേരോട് നിങ്ങളൊരു കാര്യത്തിന് വേണ്ടി പോയി സംസാരിച്ചു കഴിഞ്ഞാൽ അത് ശരിക്കും ചോദിക്കുമ്പോൾ വെറുതെ കിട്ടുക എന്നുള്ളതല്ല. ഓരോ പ്രാവശ്യം ചോദിക്കുമ്പോൾ ആ റിജക്ഷൻ എടുക്കുമ്പോൾ നമ്മൾ തിരുത്തും, അടുത്ത ആളോട് ചോദിക്കുമ്പോൾ അത് മാറ്റം വരുത്തും. ചോദ്യം ചെയ്യുന്ന രീതി അല്ലെങ്കിൽ അവർ പറഞ്ഞ റിജക്ഷൻസിൻ്റെ റീസൺ എന്താണ് മനസ്സിലാക്കിയിട്ട് അതിൽ ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടും. അപ്പോൾ ഇങ്ങനെ നമ്മൾ മാറ്റം വരുത്തിയപ്പോൾ നമുക്ക് മനസ്സിലായി ഓരോ ഘട്ടം കഴിയുമ്പോൾ നമ്മൾ സംസാരിക്കാൻ പഠിക്കുകയാണ് ശരിക്കും. അങ്ങനെ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഞാൻ മലപ്പുറം വീട്, കോഴിക്കോടാണ് നമ്മുടെ ഓഫീസ്. ഇതിനിടയ്ക്ക് നമ്മൾ പോണ വയ്ക്കും ഞാൻ വലിയൊരു ബിൽഡിംഗ് കണ്ട എനിക്കറിയാം വെറുതെ 50 ലക്ഷം റുപ്യോളം റെന്റ് കിട്ടാനുള്ള വകുപ്പുണ്ട്. അങ്ങനെയാണ് നമുക്ക് വേണ്ട ഒരു 40 ലക്ഷം രൂപയാണ്. ഞങ്ങൾ 1.5 വർഷത്തെ എക്സ്പെൻസ് കണക്ക് കൂട്ടി. അപ്പോൾ അതുവരെയുള്ള എക്സ്പെൻസിന് വേണ്ട ഫണ്ടാണ് റേസ് ചെയ്യാൻ നോക്കി. അപ്പോൾ അത് പോയി ചോദിച്ചു, എല്ലാവരുടെ പോയി ചോദിച്ചു. ഞാൻ 10-400 കോൾ ചെയ്തിട്ടുണ്ടാവും. പക്ഷെ ഡയറക്റ്റ് ഒരു 22ാമത്തെ പിച്ചിലാണ് എനിക്ക് എന്തെങ്കിലും ഫണ്ട് കിട്ടുന്നത്. അതൊരു 4 ഫ്രണ്ട്സ് കൂടിയിട്ട് ഇവര് ഒരുമിച്ചിരുന്നിട്ട് ചെയ്യാണ് ചെയ്യണത്. അങ്ങനെയാണ് ഇൻവെസ്റ്റർ ഇപ്പോഴും നമ്മുടെ കൂടെ തന്നെ നമ്മുടെ കൂടെ ഉണ്ട്. ഓക്കെ. അപ്പോൾ നമ്മൾ പെർസെൻറ്റേജും ചോദിക്കുന്നില്ല. നോർമലി എപ്പോഴും പറയും റിസീജ് ഫണ്ട് ചെയ്യുമ്പോൾ ക്യാപ് ടേബിൾ ഡൈലൂട്ട് ചെയ്യാത്ത രീതിയിൽ, അതായത് ഒരുപാട് ഇക്വിറ്റി കൊടുക്കാത്ത രീതിയിൽ പ്ലാൻ ചെയ്യണം. അപ്പോൾ നിങ്ങളുടെയും റീസണബിൾ ആയിട്ട് ഡൈലൂഷൻ ആയിരുന്നു ഇനീഷ്യൽ ഉണ്ടായിരുന്നു. അത് എപ്പോഴും നമ്മുടെ നാട്ടിലെ ലോക്കൽ ഇൻവെസ്റ്റേഴ്സ് ചിന്തിക്കുന്നത് ഇപ്പോൾ എന്നോട് ചോദിച്ചു നിഖിലെ നീ എന്തായാലും ഫണ്ട് എടുക്കുന്നില്ല, ഞങ്ങളല്ലേ ഫുള്ള് ഫണ്ട് എടുക്കുന്നത്, അപ്പം ഞങ്ങൾക്ക് ഇതിന് മെജോറിറ്റി ഷെയർ തരണ്ടേ, അല്ല അറ്റ്ലീസ്റ്റ് 50% തരണ്ടേ. ചോദ്യം നമുക്ക് വലിയതാണെന്ന് തോന്നും. ഇപ്പോൾ നമ്മൾ റെസ്റ്റോറൻ്റ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ. പക്ഷെ നമ്മളൊരു സ്കെയിലബിൾ സ്റ്റാർട്ടപ്പാണ്. നമ്മൾ ഇത് ഗ്ലോബലി പോലുള്ള സ്റ്റാർട്ടപ്പ്, നമ്മളൊരു യൂണിക്കോൺ ആവാനുള്ള ആഗ്രഹമൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, അതിന് മെജോറിറ്റി ഷെയർ അവർക്ക് കൊടുക്കാൻ പറ്റില്ല. നമ്മൾ റെസ്റ്റോറൻറ്റ് തുടങ്ങുകയാണ്, നാളെ മുതൽ ലാഭം വീതിക്കുന്ന കമ്പനിയാണ്. അങ്ങനെയാണ് നമുക്ക് അതാണ് നല്ല പരിപാടി.
അപ്പോൾ അവിടെ അത് പറഞ്ഞ് മനസ്സിലാക്കി. അവർ ഈ ഫണ്ടിങ് റേഞ്ചുകൾ, അതിപ്പോൾ ഏഞ്ചൽ ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ സീഡ് ഫണ്ടിങ് അല്ലെങ്കിൽ വെഞ്ചർ ക്യാപിറ്റൽ ABCD ഇതൊന്നും അവർ കേട്ടിട്ട് പോലും ഉണ്ടാവില്ല. അവരിത് ആദ്യം എഡ്യൂക്കേറ്റ് ചെയ്ത്. ഓക്കെ. അപ്പോൾ അതുപോലെ അപ്പോൾ അവരോട് പറഞ്ഞപ്പോൾ ഒരു 4 റൗണ്ടൊക്കെ ആകുമ്പോഴേക്ക് ഫൗണ്ടേഴ്സിന്റെ അടുത്ത് ഇക്വിറ്റി കുറഞ്ഞാൽ നമുക്കതിൽ താല്പര്യം പോകുന്നുള്ളൂ. അങ്ങനെ ഒരുപാട് ബിസിനസ്സുകൾ കൂട്ടിയിട്ടുണ്ട്. അതായത് ഫൗണ്ടേഴ്സിന്റെ അടുത്ത് ഇക്വിറ്റി കുറഞ്ഞിട്ട് ഇൻവെസ്റ്റേഴ്സിന്റെ അടുത്ത് ഇക്വിറ്റി കൂടിയിട്ട് അത് നല്ല ഇൻവെസ്റ്റർ ആണ്, അവർക്ക് അത് മനസ്സിലാവും, അവർ റിയലൈസ് ചെയ്യും. അല്ലാത്ത ഭയങ്കര അങ്ങനത്തെ ഫണ്ട് എടുക്കരുത് നമ്മൾ എല്ലാവരും പറയാറ്, നമ്മൾ ചെയ്യാറ്. അപ്പൊ നമ്മളത് അവരെ പഠിപ്പിച്ചു എന്നുള്ളതാണ്. ഇവർക്ക് ശരിക്കും ഇതൊന്നും അറിയില്ല. ഈ വെഞ്ചർ ക്യാപിറ്റൽ ഫേം പോലും കേൾക്കാത്ത ഇൻവെസ്റ്റേഴ്സ് ആയിരുന്നു, സാധാരണ ഇൻവെസ്റ്റേഴ്സ് ആണ്. അവർ സൂപ്പർ മാർക്കറ്റും അങ്ങനെയൊക്കെ നടത്തുന്ന ആൾക്കാരായിരുന്നു. അവരെ നമ്മൾ ഈ കാര്യങ്ങൾ പറഞ്ഞ് എഡ്യൂക്കേറ്റ് ചെയ്ത് അപ്പോൾ ഫൗണ്ടേഴ്സിൻ്റെ അടുത്ത് ഇക്വിറ്റി വേണമെന്നും നിങ്ങളെ ഫണ്ട് ഏകദേശം അതും എനിക്ക് തോന്നുന്നു നമ്മൾ കുറച്ച് പൈസയെങ്കിലും അവർക്ക് കൊടുക്കാൻ പറ്റിയ 5-6 വർഷമായിട്ടാണ് നമുക്ക് കുറച്ച് പൈസ അവർക്ക് എന്തെങ്കിലും റിട്ടേൺ കൊടുക്കാൻ പറ്റിയത്. അപ്പോൾ 5 വർഷത്തോളം നമുക്ക് റിട്ടേണും ഇല്ലാന്ന് ഇവരെ പറഞ്ഞ് മനസ്സിലാക്കണോ? ഇതൊന്നും സാധാരണ ഒരു ബിസിനസ്സിലുള്ളതല്ലല്ലോ. ലോക്കൽ ഇൻവെസ്റ്റേഴ്സിന് നോക്കുമ്പോൾ അവർ അംഗീകരിക്കുന്ന കാര്യമല്ല. ഇതൊക്കെ അവരെ പറഞ്ഞ് എഡ്യൂക്കേറ്റ് 5-6 വർഷത്തിന് ഞങ്ങൾ ബുദ്ധിമുട്ടിക്കരുത്, ഞങ്ങൾക്ക് ഇതിന്റെ മുകളിൽ ഞങ്ങൾ ബിൽഡ് ചെയ്തെടുക്കണം, ഞങ്ങൾക്ക് കോൺസെപ്റ്റ് മാത്രമേ ഉള്ളൂ, ഇത് ഒരു ബിസിനസ് ആക്കിയെടുക്കാൻ സമയമുണ്ട്, അതുവരെ ഞങ്ങൾക്ക് സമാധാനമാണ് വേണ്ടത്. ഇത് പറഞ്ഞിരുന്നു ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കുകയും പക്ഷെ അത് അവർ നന്നായിട്ട് സഹകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവർ ഇപ്പോഴത്തെ ഞങ്ങൾ വാല്യുവേഷൻ വെച്ച് നോക്കുമ്പോൾ ശേഷം അന്ന് അവര് 40 ലക്ഷം 30 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്ത് ഇന്ന് ഏകദേശം 60 കോടിയുടെ വാല്യൂ 200 ഇരട്ടിയാണ് അവർക്ക്. പല ഫൗണ്ടേഴ്സും ഉള്ള കാര്യം പറയില്ല. അവര് പറയും നിങ്ങളൊരു കാര്യം ചെയ്യും, 30% പിടിച്ചോ, നിങ്ങൾക്ക് ഇത്ര കിട്ടും, ഡിവിഡൻഡ് തരാമെന്ന്. പക്ഷെ ആ പൈസ ബിസിനസ്സിലേക്കാണ് റീഇൻവെസ്റ്റ് ചെയ്യേണ്ടത്, വെയിറ്റ് ചെയ്യണം. പക്ഷെ ഇങ്ങനെ ഒരാളെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഏത് വർഷമാണ് സംഭവിക്കുന്നത്? ശരിക്കും 2019 ഇപ്പൊ തന്നെ അത് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. കാരണം പലവരും ഡിവിഡൻഡ് മാത്രം നോക്കുന്ന ഒരു സമയമാണ്. അല്ല, അതില് ഞങ്ങൾ ചെയ്യുന്ന 3 to 5 വർഷത്തെ ഒരു ഇക്വിറ്റി റിട്ടേണിന്റെ ഒരു കണക്ക് പറഞ്ഞു കൊടുത്തു. അതായത് ഇപ്പോൾ അടുത്തൊരു ഇൻവെസ്റ്റർ വരുമ്പോൾ കമ്പനിയുടെ വാല്യുവേഷൻ വെച്ചിട്ട് എത്രയാവും, ഫോർ എക്സാമ്പിൾ അടുത്തൊരു റിയലിസ്റ്റിക് ആയിട്ട് തന്നെ വർക്ക് ചെയ്തു, കൺസർവേറ്റീവ് ആയിട്ട് അത് പറഞ്ഞു കൊടുത്തു എന്നുള്ളതാണ്. അവിടെ പറഞ്ഞവർക്ക് ഒരു ആ ഡ്രീം കൊടുത്തു. നമ്മൾ ഫൗണ്ടറിന്റെ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻവെസ്റ്റർക്ക് ഡ്രീം സെല് ചെയ്യുക, കസ്റ്റമർക്ക് ഡ്രീം സെല് ചെയ്യുക, ടീമിന് ഡ്രീം സെല് ചെയ്യുക എന്നുള്ളതാണല്ലോ. അത് നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കി. അപ്പോൾ ഡ്രീം നന്നായിട്ട് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. അറ്റ്ലീസ്റ്റ് ഇത്ര ഇപ്പോൾ രണ്ടാമതൊരു ഇൻവെസ്റ്റർ വരികയാണ്, ഒരു 2 കോടി ഫണ്ട് റേസ് ചെയ്യാണ്, അവർ ഇത്ര % ഇക്വിറ്റി അവർക്ക് ഡൈല്യൂട്ട് ചെയ്യാണ്. അപ്പം നമ്മുടെ കമ്പനിയുടെ വാല്യൂ എത്രയായി, നിങ്ങൾ എത്രപ്പെട്ട പൈസ, നിങ്ങൾക്ക് ഇക്വിറ്റി കുറഞ്ഞാൽ പോലും ഇത്ര വാല്യൂ ആവും. പക്ഷെ ഒരു 3-4 റൗണ്ട് ഇതേമാതിരി കഴിയുമ്പോൾ ഒരു പ്രശ്നം വരും, ഫൗണ്ടർ അടുത്ത് ഇക്വിറ്റി ഇല്ലെങ്കിൽ പിന്നെ കമ്പനി വലുതാവണോ, അത് നിങ്ങളാണ് ആൻസർ പറയേണ്ടത്. അങ്ങനെ അവരെ കൊണ്ട് തന്നെ ചോദിച്ച് അവരെ പഠിപ്പിക്കുകയാണ് ചെയ്തത്. ഈ വാല്യുവേഷൻ ഗെയിം അവരെ പഠിപ്പിച്ച്, ഇതാണ് നമ്മൾ ചെയ്ത പരിപാടി. ഇത് പഠിച്ചപ്പോൾ അവർ സമ്മതിച്ചു, മനസ്സിലായി. അങ്ങനെയാണ് അവർ ഫണ്ട് ചെയ്യുന്നത്. ക്ലിയർ. ഞാൻ ഫൗണ്ടറിൻ്റെ കേസ് ചോദിക്കുകയാണ്. ഇപ്പം നോർമലി ഒരു സ്റ്റാർട്ടപ്പ് എന്ന് പറയുമ്പോൾ ഒരു ഫൗണ്ടേഴ്സിൻ്റെ ഗെയിമാണ്. അതായത് 2-3 ഫൗണ്ടേഴ്സ് ഉണ്ടായിരിക്കും, മൾട്ടിപ്പിൾ സ്കില്ലുള്ളവർ അങ്ങോട്ടും ഇങ്ങോട്ടും കോംപ്ലിമെന്റ് ചെയ്താണ് പോവുക. ചിലപ്പോൾ ആദ്യം ഒരു സിംഗിൾ ഫൗണ്ടർ ആയിരിക്കും, കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ നമ്മുടെ എംപ്ലോയി നമ്മുടെ ഫൗണ്ടറായിട്ട് വരും, ചിലപ്പോൾ പുറത്തുനിന്നുള്ളൊരു വെണ്ടർ ഫൗണ്ടറായിട്ട് വരും. അങ്ങനെ പല രീതിയിലാണ്. ഒരിക്കലും ഫൗണ്ടറിന് നമുക്ക് കാശ് കൊടുത്ത് വാങ്ങാൻ പറ്റില്ല, നമ്മളെക്കാളും വിശ്വാസമുള്ള ആൾ നമ്മളിലേക്ക് വരണം, എങ്കിലും മാത്രമേ ഇതിന് കാര്യമുള്ളൂ. അപ്പോൾ നിങ്ങളുടെ കേസിൽ ഒരുമിച്ചുള്ള ജേണി ആയിരുന്നു, അത് ഗ്രാജുവലി സിംഗിൾ ഫൗണ്ടറായി തുടങ്ങി, പിന്നെ എങ്ങനെയായിരുന്നു ഒരു കോ ഫൗണ്ടിങ് ജേണിനെ പറ്റി ഒന്ന് പറയാമോ? അത് പറയാനാണെങ്കിൽ ഞങ്ങൾ രണ്ടാളും, ഇപ്പോൾ ഞാനും ഫൈസലും രണ്ടാളും 2 സ്റ്റാർട്ടപ്പ് ചെയ്യണം എന്നുള്ള ആഗ്രഹത്തിൽ നിൽക്കുന്ന ആൾക്കാരായിരുന്നു. അപ്പോൾ നിൽക്കുന്ന സമയത്താണ് ഞാൻ ഫണ്ട് റേസ് ചെയ്യണതും. എന്നാൽ ഫൈസലിന് ഭയങ്കരമായിട്ട് സ്റ്റാർട്ടപ്പ് ലേണിംഗ് കുറച്ച് കൂടുതലുണ്ടായിരുന്നു. അവൻ ബിസിനസ് കുറച്ച് ബാക്ക്ഗ്രൗണ്ട് ഫാമിലി ആയിരുന്നു, ആൾ ഇച്ചിരി ലേൺ ചെയ്യുന്ന ഒരാളും കൂടിയാണ്. അപ്പോൾ ആളാണ് എന്നെ കുറച്ചുകൂടെ ലേൺ ചെയ്യാനുള്ള കാര്യങ്ങൾ പുഷ് ചെയ്യണതും നമുക്ക് തരുന്നതും കാര്യങ്ങളൊക്കെ. അതേസമയം ആൾ വേറെ സ്റ്റാർട്ടപ്പ് ചെയ്യണം എന്നുള്ള ആഗ്രഹത്തിലായിരുന്നു. എന്നാൽ ഈ സ്റ്റാർട്ടപ്പ് തുടങ്ങിയ സമയം മുതൽ ആൾ വേറെ സ്റ്റാർട്ടപ്പ് ചെയ്യണം എന്നുള്ളതുകൊണ്ട് ഒരു എംപ്ലോയി ആയിട്ട് നിൽക്കാമെന്നും പറഞ്ഞ് തുടങ്ങി. പക്ഷേ ഒരു കോ ഫൗണ്ടർ എന്താണോ അതുപോലെയായിരുന്നു ഞങ്ങൾ ജേണി ഉണ്ടായിരുന്നത്. എന്നാൽ ഒഫീഷ്യലി മാത്രമല്ല, പേപ്പറിലില്ലാതിരുന്നുള്ളൂ. പക്ഷെ ഒരു സമയം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഈ കുട്ടി കാര്യങ്ങൾ ഷെയർ ചെയ്ത് കാര്യങ്ങൾ സെറ്റാക്കി മുന്നോട്ട് വന്നു. ആൾ വേറെ സ്റ്റാർട്ടപ്പ് ഇതിന് ഇൻ ബിറ്റ്വീൻ ബിൽഡും ചെയ്തു. ഒരു 4 ഡിഗ്രി എന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റാർട്ടപ്പ് ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ റീസെൻ്റ്ലി ഒരു 10 CR റവന്യൂ ചെയ്തിട്ടുണ്ട് അവർ. അപ്പോൾ നല്ല രീതിയിൽ അവർ മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോൾ അവർ വേറെ കോ ഫൗണ്ടേഴ്സിനെ ആഡ് ചെയ്തിട്ട്, അപ്പോൾ ശരിക്കും കോ ഫൗണ്ടർ പോലെ തന്നെയാണ് ആദ്യം മുതലേ ഉണ്ടായിരുന്നത്. ഡേ 1 മുതലേ ശരിക്കും ഉണ്ടായിരുന്നു. നമുക്കില്ലാത്തൊരു സ്കില്ല് പുള്ളിക്ക് ശരിക്കും എന്താണ് പറയാൻ പറ്റുക? പുള്ളി മാർക്കറ്റിംഗ് നല്ല സ്കിൽഡാണ്. അതുപോലെ തന്നെ എല്ലാ തരത്തിലും ഇപ്പോൾ മാർക്കറ്റിംഗ് ആണ് കൂടുതൽ. അതേമാതിരി CMO എന്നുള്ള പൊസിഷനിലാണ് ആള് നിന്നതും. പിന്നെ സെയിൽസിലും എല്ലാത്തിലും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടിന്യൂസ് ഡിസ്കഷനാണ് ഇതിൽ വേണ്ടത്. ഞാൻ കൂടുതലും എപ്പോഴും നമ്മൾ പറയാനുള്ള ഒരു ബിസിനസ്സിന് 1 ഇൻഡസ്ട്രി നോളജ് വേണം, 2 ബിസിനസ് നോളജ് വേണം. അതിൽ നമ്മളെന്താ ചോദിച്ചാൽ നമുക്ക് ഉണ്ടായിരുന്നത്, ഇപ്പം എനിക്കും അവനും ഞങ്ങൾ കൂടുതലും ടെക്കീസ് ആയിരുന്നു. അപ്പം നമുക്ക് ഇൻഡസ്ട്രിയിലോ ടെക്ക് നമുക്കറിയാം, എന്ത് പ്രൊഡക്റ്റ് ബിൽഡ് ചെയ്യണം. ഇപ്പോൾ മൊബൈൽ ആപ്പോ അല്ലെങ്കിൽ വെബ്സൈറ്റോ വെബ് ആപ്ലിക്കേഷൻ എന്ത് ബിൽഡ് ചെയ്യാൻ നമുക്കറിയാം, അതിൽ ട്രെയിനിങ് കൊടുക്കാനും അറിയാം. പക്ഷേ നമുക്ക് ബിസിനസ് അറിയില്ലായിരുന്നു. ഞങ്ങൾ എന്താ വെച്ചാൽ ലാസ്റ്റ് ഒരു 5 വർഷമായിട്ട് ഞങ്ങളിത് പഠിക്കുകയായിരുന്നു ചെയ്തത്.
നമുക്ക് കിട്ടണ നമ്മൾ ഇപ്പോൾ ഞാൻ ഏതൊരു വീഡിയോ വെറൈറ്റി കണ്ട പൈസ അയച്ചു, പൈസയിൽ കണ്ട ഇങ്ങോട്ട് അയച്ചു കൊടുക്കും. നമ്മൾ അതിന് മുകളിൽ ഡിസ്കസ് ചെയ്യും, ഓരോരുത്തരും നല്ല കാര്യങ്ങൾ എടുത്തിട്ട് അതിന് മുകളിൽ നമ്മൾ ഇത് ഇങ്ങനെ നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ആലോചിക്കുക, എന്നിട്ടുള്ള ഡിസ്കഷനും കാര്യങ്ങളായിരിക്കും. ഇങ്ങനെയാണ് പോരുന്നത്. അപ്പോൾ ഈ ലാക്ക് ചെയ്ത സാധനം ബിസിനസ് നോളജ് ആയിരുന്നു. അപ്പോൾ അത് ശരിക്കും ഫൈസൽ നമ്മളോട് ഇവിടെ ഇരുന്നിട്ട് നമ്മൾ പ്രോട്ടോടൈപ്പിൽ ബിൽഡ് ചെയ്തു. പ്രോട്ടോടൈപ്പ് 2-3 വർഷമായപ്പോൾ ഒന്ന് സെറ്റായി കഴിഞ്ഞപ്പോൾ ഒരു സ്റ്റാർട്ടപ്പ് കൂടി അവന് ചെയ്യണം എന്ന് ആഗ്രഹം പറഞ്ഞാൽ അതിന് ഫോറിൻ ഡിഗ്രി തന്നെ സ്റ്റാർട്ടപ്പ് കൂടി ചെയ്ത് അതിന് അതും മുന്നോട്ട് കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. അതിൽ ഇൻഡസ്ട്രി നോളജ് ഇല്ല അവർക്ക്. അപ്പോൾ അതായിരുന്നു അവരവിടെ പഠിച്ചത്. പക്ഷേ ഫോറിൻ ഡിഗ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിദേശത്തേക്ക് MBBS സ്റ്റഡിയാണ്. അപ്പോൾ MBBS എന്താണ്, സ്റ്റഡീനെ കുറിച്ചൊന്നും അവർക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് അവർ പഠിക്കാനിരുന്നു. കുറേ യൂണിവേഴ്സിറ്റീസിൻ്റെ റൂളും അതും ഇതും കാര്യങ്ങളൊക്കെ. അവിടെ ഇൻഡസ്ട്രി നോളജ് അല്ല. അവിടെ അപ്പോഴേക്കും അവർ സ്റ്റാർട്ടപ്പ് നോളജ് ആയി, ബിസിനസ് നോളജ് ആയി കഴിഞ്ഞു. അപ്പം എപ്പോഴും 2 കാര്യങ്ങളാണ് വേണ്ടത്. ഒന്ന് ഇൻഡസ്ട്രി നോളജ് വേണം, ബിസിനസ് നോളജ് വേണം. 2 ഫോക്കസ് ചെയ്യുന്ന ആൾക്കാർ വേണം ശരിക്കും. അതില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ലേൺ ചെയ്യാനെങ്കിലും മനസ്സ് വേണം. നമുക്ക് ബിസിനസ് അറിയില്ല എന്നും ബിസിനസ് പഠിക്കുക എന്നുള്ളത്. ഞങ്ങൾ ശരിക്കും ഇവിടെ ആ ബിസിനസ് പഠിക്കുക എന്നുള്ളതാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ രണ്ടാമത് ചെയ്തു. ആൾ വേറെ ചെയ്യണം എന്ന് പറഞ്ഞു. ഇതിന് പറ്റി ഞങ്ങൾ ഒഫീഷ്യലി ഇതിൻ്റെ ഷെയറും കാര്യങ്ങളും ഞങ്ങൾ ഷെയർ ചെയ്യുന്ന രീതിയിൽ അതും പ്ലാൻ വന്നു. അതെല്ലാം അങ്ങനെ ആയിട്ട് ഇപ്പോൾ ഒഫീഷ്യലി കോ ഫൗണ്ടർ തന്നെയാണ്. തുടക്കത്തിലല്ലായിരുന്നു, പിന്നെ ആയി അങ്ങനെ. ഇതിൽ ഒരു കാര്യം പറയണത് ചിലപ്പോൾ പലപ്പോഴും നമ്മൾ പറയും, ഇപ്പോൾ ഒരു വിലയില്ലാത്ത ഷെയറിന്റെ മുകളിൽ അടി ഉണ്ടാക്കുന്ന കോ ഫൗണ്ടേഴ്സ് ഉണ്ട്. ഞാനും പണ്ട് ചെയ്തിട്ടുണ്ട്. അതായത് പണ്ട് ഞാൻ ഫെയിലായ 1-2 സ്റ്റാർട്ടപ്പിലൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. നമുക്കൊരു വിലയില്ല, ഒരു റവന്യൂ ഇല്ല, ഒരു സെയിലും നടക്കാത്ത ഇക്വിറ്റീന്റെ മുകളിൽ നമ്മൾ അടി ഉണ്ടാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ആ കമ്പനി മുന്നോട്ട് പോകാത്ത അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അതിനേക്കാളും നല്ലതാണ് കുറച്ച് ആൾക്കാരെ കൂടി ആ സാധനം ബിൽഡ് ചെയ്തിട്ട് പിന്നെ അതിനെ കുറിച്ച് ആലോചിച്ചാൽ മതി. നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഒഫീഷ്യൽ അഗ്രിമെന്റ് ഉണ്ടോ? നമ്മൾ ഫൗണ്ടേഴ്സ് അഗ്രിമെന്റ് എന്നൊക്കെ പറയും. കാരണം എപ്പോഴും പറയാം നമ്മുടെ റോൾസിന്റെ ക്ലാരിറ്റി നമ്മൾ ഡിഫൈൻ ചെയ്യണം. അപ്പൊ അത് കൃത്യമായി നിങ്ങൾ ഡോക്യുമെന്റ് ചെയ്തിട്ടുണ്ടോ? ഇതുവരെ ചെയ്തിട്ടില്ല. അങ്ങനെ അതാണ് പറഞ്ഞത്, നമ്മള് ഉൾത്തിരിഞ്ഞ് വരും. എന്താ നമുക്ക് ചെയ്യാൻ പറ്റുക. എൻ്റെ അടുത്ത് എനിക്ക് വീഡിയോ ചെയ്യാനും അതേപോലെ ടെക് പഠിപ്പിക്കാനും എനിക്കത് ട്രെയിനിങ് കൊടുക്കാനും ഭയങ്കര ഇഷ്ടം. അപ്പോൾ ഇതാണല്ലോ നമ്മളെ ബിസിനസ്. ഞാൻ ആ ഭാഗത്തായിരുന്നു വർക്ക് ചെയ്ത്. അപ്പോൾ ബിസിനസ് സൈഡിൽ അവന് കൂടുതൽ ലേണിംഗ്. അപ്പോൾ നമ്മൾ ഡിസ്കഷൻ വരുമ്പോഴാണ് നമ്മൾ രണ്ടുപേരും ഒരുമിച്ചിരുന്ന് ഓരോന്ന് കാര്യം. ഇപ്പോൾ ഇതിൻ്റെ ടെക്കിൻ്റെ കാര്യങ്ങളായിക്കോട്ടെ നമ്മൾ ഡിസ്കഷൻ ഉണ്ടാവും, അതുപോലെ ബിസിനസ്സിൻ്റെ സൈഡായിക്കോട്ടെ ഡിസ്കഷൻ ഉണ്ടാവും. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയറിങ് ആണ്. ഇതിൻ്റെ മുകളിൽ ഞങ്ങളൊരു ഇങ്ങനെ കറക്റ്റായിട്ട് ഡിവൈഡ് എഗ്രിമെന്റ് ഉണ്ടോ, അതൊന്നുമില്ല. അല്ലാതെ റോൾസ് കൃത്യമായിട്ട് ഡിവൈഡ് ചെയ്ത് പക്കയായിട്ടാണ് പോകുന്നത്, കാര്യങ്ങളാണ് പോകുന്നത്. ശരിക്കും ഒരു എഡ്യൂടെക് എന്ന് നമ്മൾ ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം നമ്മളൊരു സ്കിൽ ടെക് അല്ലെങ്കിൽ വളരെ യൂണീക്ക് ആയിട്ടുള്ള മോഡലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ശരിക്കും ഇങ്ങനത്തെ ലേണിംഗ് എന്ന് പറയുന്നത് വരുമ്പോൾ എന്ത് ഹൈബ്രിഡ് ആണെങ്കിലും ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിന്റെ ഒരു ഭാഗമാണ് അല്ലേ? ഞാനിപ്പോൾ ഇതുമായി നമ്മൾ ഒരുപാട് ഡിസ്കഷൻ ഉണ്ടായപ്പോൾ ഇതിനിപ്പോൾ നിൽക്കുന്ന മോഡൽ വളരെ ഇംപ്രസീവ് ആണ്. പക്ഷെ തുടക്കത്തിൽ അങ്ങനെ ആയിരിക്കണം എന്നില്ല. അപ്പോൾ ശരിക്കും ഈ സെഗ്മെന്റിലേക്ക് ഒരു ലേണിംഗ് ഹൈബ്രിഡ് അല്ലെങ്കിൽ ഓൺലൈൻ ചെയ്യുന്ന ആളുകൾ വരുന്ന പുതിയ സ്റ്റാർട്ടപ്പുകൾ ഉണ്ടെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്ന് ചോദിച്ചാൽ എന്താണ് ഒരൊറ്റ കാര്യം ശ്രദ്ധിക്കേണ്ടത് പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഒന്ന് ഞങ്ങൾ തിരുത്തിയത് ആദ്യം തന്നെ എല്ലാവർക്കും തോന്നണം. ഇപ്പോൾ ഫണ്ട് കിട്ടിയ സമയത്ത് ഞങ്ങളും ആദ്യം വിചാരിച്ച് എന്നാൽ നമുക്കൊരു ഓഫീസ് എടുക്കാം, ഒരു അഡ്വാൻസ് കൊടുക്കാം. ഞങ്ങൾ ഹൈലൈറ്റ് ബിസിനസ് പാർക്കിൽ ഞങ്ങൾ ഏകദേശം ഈ 30 ലക്ഷം രൂപ തന്നെ സ്പെൻഡ് ചെയ്തുകൊണ്ട് ഞങ്ങളൊരു ഓഫീസ് എടുക്കണമെന്നുള്ള ആലോചന വരെ എത്തിയതായിരുന്നു തുടക്കത്തിൽ. എന്നാലേ ബിസിനസ് ഉണ്ടാവുള്ളൂ. ഇങ്ങനെയൊക്കെയുള്ള നമ്മുടെ ചിന്ത, നമ്മുടെ ഒരു ഓഫീസ് കാണണം, അത് കണ്ടിട്ടായിരിക്കും സ്റ്റുഡൻസ് വരിക എന്നുള്ള ചിന്ത നമുക്ക് തുടക്കത്തിലുണ്ടായിരുന്നു. നമ്മൾ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞാണ് പിന്നെ അതിന് മുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോഴാണ് അത് വേണ്ട, അത് ഒഴിവാക്കാന്നുള്ള തീരുമാനം തന്നെ വരികയും പിന്നെ നമ്മൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ നമുക്കൊരു എന്താ പറയുക ബ്രാൻഡ് വാല്യൂ ക്രിയേറ്റ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂട്യൂബിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് അറിയുന്ന ഇൻഫർമേഷൻ മൊത്തം പഠിപ്പിക്കാം. അതിൽ ചിലപ്പോൾ നമ്മളൊരു 1.5 വർഷം നമ്മൾ സ്പെൻഡ് ചെയ്താൽ പോലും ഈ കാശ് കഴിഞ്ഞാൽ പോലും നമുക്ക് അവിടെ വാല്യൂ ആയിട്ടുണ്ടാവും. അപ്പോൾ നമ്മളെന്താ വെച്ചാൽ ആ പൈസ എടുത്തിട്ട് ഒരു ഓഫീസും ഉണ്ടാക്കിയില്ല, ഒരു ഓഫീസിന് അഡ്വാൻസും കൊടുത്തില്ല, ഒരു ഇൻറ്റീരിയറും ചെയ്തില്ല. ഞങ്ങൾ ഇരുന്ന 2-3 സീറ്റിൽ തന്നെ ഇരുന്ന് ഞങ്ങളൊരു ഫ്ലാറ്റ് എടുത്ത് അതിൻ്റെ ഉള്ളിൽ സ്റ്റുഡിയോ സെറ്റപ്പ് ചെയ്ത് ഒരു ക്യാമറ സെക്കൻഡ് ഹാൻഡ് ക്യാമറ മേടിച്ച് എന്നിട്ട് ഞങ്ങൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഒരു സമയമായപ്പോൾ ഈ പറഞ്ഞപ്പോൾ ഈ ഇൻവെസ്റ്റേഴ്സ് പോലും ഒരു 40 lakh ഇൻവെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞ ഇൻവെസ്റ്റേഴ്സ് പോലും ഒരു സമയമായപ്പോൾ ഞങ്ങൾ മുകളിൽ ട്രസ്റ്റ് പോയി. എന്താ വെച്ചാൽ യൂട്യൂബിന് ആകെ 2000-3000-4000 സബ്സ്ക്രൈബേഴ്സ് എന്തോ ഉള്ളൂ. അപ്പോൾ ഇത് റീച്ച് എത്തണില്ല, ഞങ്ങൾക്കാണ് റവന്യൂ ഇല്ല. 1.5 വർഷത്തോളം ബിൽഡ് ചെയ്ത് ആ സമയത്ത് ഇൻവെസ്റ്റേഴ്സ് 30 ലക്ഷത്തിൽ സ്റ്റോപ്പ് ചെയ്തു ഫണ്ട്. ഇനി ചെയ്യണത് വലിയൊരു അതായിരിക്കില്ല എന്നുള്ളൊരു ഉദ്ദേശത്തിൽ വന്ന്. പക്ഷെ ആ സ്റ്റക്കാണ് മൊമെന്റ് ഉണ്ടല്ലോ, അവിടെയാണ് ശരിക്കും ഞങ്ങൾ പഠിച്ചത്. അതായത് ഇപ്പോൾ ആ ഫണ്ട് ഇല്ലാത്ത ഘട്ടങ്ങൾ, ഇപ്പോൾ പലപ്പോഴും ഞാൻ പല കഥകളും കേട്ടിട്ടുണ്ട്, ഫണ്ട് ഇല്ലാതെ വരുമ്പോൾ നമ്മൾ സൊല്യൂഷൻ ഉണ്ടാക്കാന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷെ ഞങ്ങളത് ഫീൽ ചെയ്ത് 1-2 ഘട്ടങ്ങളുണ്ട് ഞങ്ങൾക്ക്. ഇത് ഈ സമയത്ത് അതായത് ഇപ്പോൾ ഈ ഫണ്ട് കഴിഞ്ഞ സമയം 1 രൂപ എനിക്കൊന്നും 7000 രൂപ അക്കൗണ്ടിലുണ്ട്. അടുത്ത മാസത്തെ സാലറി കൊടുക്കുക 2 ലക്ഷം തോന്നുന്ന അന്നത്തെ മന്ത്ലിയുള്ള വേണുണ്ട് നമുക്ക്. അപ്പോൾ ഇത് കൊടുക്കാനുള്ള പൈസ അടുത്ത മാസത്തേക്ക് ഇല്ല, എന്ത് ചെയ്യുമെന്ന് അറിയില്ല. അപ്പോഴാണ് ഞങ്ങൾ ആലോചിക്കേണ്ടത് യൂട്യൂബിൽ ഇത്രയും ആൾക്കാരുണ്ട്, ഇത്ര ആൾക്കാർ പഠിക്കുന്നുണ്ട്,
ഇവർക്ക് എന്ത് കൊടുത്താലും നമുക്ക് ഫണ്ട് ഉണ്ടാക്കാൻ പറ്റും. ഇത് കണ്ടുപിടിക്കുകയാണ് ഞങ്ങൾ ശരിക്കും 100 രൂപയുടെ ബിരിയാണി സ്പോൺസർ ചെയ്യുന്ന പരിപാടി ഉണ്ടായിരുന്നു. അതായത് റാസർപയുടെ ലിങ്ക് ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ ബൈമിയ കോഫി എന്ന് പറഞ്ഞിട്ട് ജിജോയുടെ സ്റ്റാർട്ടപ്പ് ഉണ്ട്, അതേമാതിരി ബൈമിയ ബിരിയാണി എന്ന് പറഞ്ഞിട്ട് അപ്പൊ ജിജോനെ പരിചയമുണ്ട്. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ലിങ്ക് വെറുതെ ക്രിയേറ്റ് ചെയ്ത് എന്നിട്ട് ഞങ്ങൾ എന്ത് വെച്ചാൽ ഇതൊക്കെ ഓരോ ഫൗണ്ടേഴ്സിനെ കാണുമ്പോൾ ഓരോന്ന് കിട്ടുന്നത്. അപ്പൊ ഞങ്ങൾ ടെലഗ്രാം ഗ്രൂപ്പിൽ സപ്പോർട്ട് കൊടുക്കുന്നുണ്ട് ഫ്രീ ആയിട്ടൊക്കെ. ഈ പഠിക്കുന്ന ആൾക്കാർക്ക് താങ്ക്സ് പറയല്ലോ, അപ്പൊ ഞങ്ങൾ മറുപടി എടുക്കും, നന്ദി മാത്രമേ ഉള്ളൂ, ഒരു ബിരിയാണി സ്പോൺസർ ചെയ്തിട്ട് വെച്ചിട്ട് ഞങ്ങൾ ലിങ്ക് ഇട്ട് കൊടുക്കും. അങ്ങനെ പൈസ, അതാണ് ഞങ്ങൾ ആദ്യത്തെ വരുമാനം. 100 രൂപയുടെ ബിരിയാണി സ്പോൺസറിംഗ് ആണ് ഞങ്ങൾ ആദ്യത്തെ വരുമാനം പ്രോട്ടോടൈപ്പിന്റെ. ഇത് ഒരു മാസമൊക്കെ വന്നിട്ട് തുടക്കത്തെ ഒരു ആഴ്ച തന്നെ ഒരു 7,000 രൂപ കിട്ടി ഞങ്ങൾക്ക്. അടുത്ത ആഴ്ച ഞങ്ങൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ 10 ദിവസം ഫ്രീ സപ്പോർട്ട് ഒഴിവാക്കിയിട്ട് 1000 രൂപയുടെ സാധനം ഇട്ടു. അപ്പൊ പക്ഷെ 33 പേര് പർച്ചേസ്, 33,000 രൂപ കിട്ടി. ഇതൊക്കെയാണ് ഞങ്ങൾ ആദ്യത്തെ മാസം വരുമാനം. ഇത് മൂന്നാമത്തെ ആഴ്ച വെച്ചാൽ 1000 രൂപ കിട്ടിയാൽ പോരാ, 3000 രൂപ കിട്ടണം മിനിമം. അന്ന് പൈസ ഇടാൻ പേടിയാണ് നമുക്ക്. 3000 രൂപ ചാർജ് ചെയ്തിട്ട് ഒരു വർഷത്തെ സപ്പോർട്ടാക്കി മാറ്റി. അപ്പൊ കുറച്ചുകൂടി പ്രൈസ് കൂടിയല്ലോ. അങ്ങനെ ആ മാസം തന്നെ ഞങ്ങൾ എന്ത് സംഭവിച്ചു, ഈ ടൈറ്റായ സിറ്റുവേഷനിൽ ഞങ്ങൾ ഈ 3000 രൂപ ടിക്കറ്റ് ഏകദേശം ഒരു 100ന്റെ അടുത്ത് സെല്ല് ചെയ്യും. 2 ലക്ഷത്തിനും 3 ലക്ഷത്തിന്റെ അടുത്ത് നമുക്ക് വരുമാനം വരികയും ചെയ്തു. അതായത് പിന്നത്തെ എല്ലാ മാസവും ഞങ്ങൾ 2021 മുതൽ, അന്നൊന്നും ബ്രോ ക്യാമ്പ് പരിപാടി ഒന്നും തുടങ്ങി, കോഴ്സൊന്നും തുടങ്ങിയിട്ടില്ല, യൂട്യൂബ് ചാനൽ മാത്രമേ ഉള്ളൂ. ആ മാസം മുതൽ ഞങ്ങൾ മന്ത്ലി ഇത് റീഫില്ലാവും, സാലറിയിൽ പോവും, വീണ്ടും എംറ്റി ആവും, വീണ്ടും റീഫില്ലാവും. ഇങ്ങനത്തെ ഒരു ഗെയിമിലോട്ട് വന്ന്, അതായത് ബ്രേക്ക് ഈവൻ പോയിന്റ് എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് വരുന്ന വരുമാനം കൊണ്ട് നമ്മുടെ ചെലവ് കഴിഞ്ഞ് പോകാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഇതിലോട്ട് വന്നു. ഓപ്പറേഷൻ അങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത്. അങ്ങനെ അത് 2 വർഷം അങ്ങനെ പോയി. ഞങ്ങൾ ഒരു മാസം മുട്ടിക്കഴിഞ്ഞാൽ സ്റ്റോപ്പ് ആവുന്നുള്ള അവസ്ഥയായിരുന്നു. അങ്ങനെ ഞങ്ങൾ പോയി. അപ്പൊ അവിടെ ഞങ്ങൾ മനസ്സിലായത് ഫണ്ട് ഇല്ലാതെ വന്നപ്പോഴാണ് നമ്മൾ ഇത് കണ്ടുപിടിച്ചത്. ഇത് അവിടെ ഉണ്ടായിരുന്നു, നമ്മളിതിനെ കുറിച്ച് തിങ്ക് ചെയ്യാൻ കാര്യം നമുക്ക് വേറെ വഴിയില്ലാത്തതുകൊണ്ടാണ് അങ്ങനെ തിങ്ക് ചെയ്ത് അത് സോൾവ് ചെയ്ത്. അതുപോലെ തന്നെ 2023 ആയ സമയത്ത് നമ്മൾ ആദ്യത്തെ ഫീസ്, ഈ പ്രോഗ്രാം തുടങ്ങിയപ്പോഴുള്ള ഫീസ് സ്ട്രക്ചർ എന്ന് വെച്ചാൽ ജോലി കിട്ടിയിട്ട് പൈസ അടയ്ക്കാനായിരുന്നു. അപ്പൊ ആദ്യം ഒരു 10 സ്റ്റുഡൻസ് വരും. ഈ 10 സ്റ്റുഡൻസ് ആയിരിക്കും ചിലപ്പോൾ 7-8 മാസം കഴിയുമ്പോൾ ജോലി കിട്ടുന്നത്, ഇവരോട് നമ്മൾ പൈസ വരുന്നത്. അപ്പോഴേക്കും എല്ലാ മാസവും 20, 30, 40 പേര് വെച്ച് അഡ്മിഷൻ നടക്കുന്നുണ്ടാവും. അപ്പൊ ഇവിടെ പഠിക്കുന്ന ആൾക്കാരുടെ എണ്ണം കൂടുതലും ആദ്യം കയറിയ ഒരാളോ ആദ്യം പ്ലേസ്ഡ് ആവുക, അപ്പൊ അവരുടെ എണ്ണം കുറവും, ഇവിടെ പഠിക്കുന്ന ആൾക്കാരുടെ എണ്ണം കൂടുതലും ചെയ്തു. അപ്പോൾ ഈ നമ്മൾ ഈ ഓരോ കുട്ടികൾ കോഴ്സ് തുടങ്ങുന്ന കുട്ടികൾ ഒരു 10,000-15,000 ഡെപ്പോസിറ്റ് പോലെ വെക്കുകയാണ്. ഇത് വെച്ചിട്ടായിരുന്നു നമ്മൾ ഓപ്പറേഷൻ മുന്നോട്ട് പോയി അവിടെ പോയിട്ടുണ്ടായിരുന്നു. ഇത് വെച്ചിട്ട് ഇത് ഡീൽ ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷനിൽ എത്തുകയാണ്. അങ്ങനെ നമുക്ക് ഇത് ലോസ്, അതായത് വരുമാനം കൊണ്ട് ചിലവ് നടക്കാത്തൊരു സിറ്റുവേഷനിലോട്ട് എത്തി. ഞങ്ങൾ 2023 ആയപ്പോൾ വീണ്ടും അവിടെ വീണ്ടും ഇതുപോലെ സ്റ്റക്കായി. അപ്പം ഞങ്ങൾ എന്ത് വെച്ചാൽ ഇനി ഫണ്ട് റേസ് ചെയ്യണം. അങ്ങനെ ഞങ്ങൾ ഫണ്ട് റേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ഇനിയിപ്പോൾ നമ്മൾ ബിസിനസ്സൊക്കെ ആയല്ലോ, അന്ന് കുറച്ച് വരുമാനമൊക്കെ ഉണ്ട്. അപ്പം ഞങ്ങൾ മനസ്സിലായപ്പോൾ ഞങ്ങൾ വിചാരിച്ച് എന്നാൽ പിന്നെ ഒരു 10, 30, 50 ലക്ഷത്തോളം വരുമാനം വരുന്നുണ്ട്, എന്നാൽ പിന്നെ അതുകൊണ്ട് പറ്റൂല എന്നുള്ള മനസ്സിലാക്കി ഫണ്ട് റേസ് ചെയ്യാൻ നോക്കുകയാണ്. അങ്ങനെ പിച്ച് ചെയ്യാൻ തുടങ്ങി. പിച്ച് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഇൻവെസ്റ്റേഴ്സ് ഒക്കെ പറയണത് ജോലി ഇട്ടിട്ട് പൈസ അടയ്ക്കാൻ പറഞ്ഞാൽ നടക്കൂല, മോഡൽ നടക്കൂല, തർക്കിക്കാൻ തുടങ്ങി. ഞങ്ങൾ തിരിച്ചു തർക്കിക്കാൻ തുടങ്ങി. നടക്കും, ഞങ്ങൾ നടത്തുന്നുണ്ട്, ഡെപ്പോസിറ്റ് ഉണ്ട്, അങ്ങനെ ആക്കാം, ഇങ്ങനെ ആക്കാം. നമ്മളൊരിക്കലും നമ്മളെ സ്റ്റാർട്ടപ്പ് ഐഡിയ നമ്മൾ തോൽക്കൂലല്ലോ, നമ്മൾ തർക്കിക്കലാണ്. പക്ഷെ ഇവരിത് കുറെ ബിസിനസ് കണ്ടിട്ടാണ് ഇത് പറയണെന്നുള്ള മനസ്സിലാക്കാനുള്ള ബോധം ഞങ്ങൾക്ക് വന്നിട്ടില്ല. ഞങ്ങൾ തർക്കിച്ചു തന്നായിട്ട്. അത് കഴിഞ്ഞ് അന്ന് തോറ്റു. ഞങ്ങൾ ഫണ്ട് റേസ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയെത്തി. ഞങ്ങൾ കുറേ ഇരുന്ന്, ഞങ്ങൾ ഒരു 10-40 മീറ്റിംഗ് ഞാനിരുന്നു. പിന്നെ അതുപോലെ സ്കെയിൽ ചെയ്യാൻ പറ്റുന്നതിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ, ചോദ്യങ്ങളുണ്ട്. അപ്പോൾ അതിലൊക്കെ നമുക്ക് സൊല്യൂഷൻ്റെ കുറേ പ്രശ്നങ്ങളുണ്ട്, പല ലാംഗ്വേജിലോട്ട് എന്ത് ചെയ്യാന്നൊക്കെ കുറിച്ച്. അങ്ങനെ അവിടെയൊക്കെ നമ്മളിങ്ങനെ സ്റ്റക്കായിട്ടിരിക്കും, ആൻസർ പലതും ഇല്ല. ആ സമയത്ത് ഇപ്പോൾ പറഞ്ഞ പോലെ കുറേ ക്വാളിറ്റി ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ക്ലിയർ ആക്കണമെന്നും പ്രൈസിങ്, അങ്ങനെയാണ് ഞങ്ങൾ പ്രൈസിങ് വീണ്ടും റിസർച്ച് നടത്തുന്നത്. അങ്ങനെ ഞങ്ങൾ വീണ്ടും അപ്ഫ്രണ്ട്, അതായത് ജോലി കിട്ടിയിട്ട് പൈസ അടയ്ക്കുന്നതിന് പകരം കുറച്ച് പൈസ മുൻകൂട്ടി വരുന്ന രീതിയിലുള്ള സ്ട്രക്ചർ ഉണ്ടാക്കി. ഒരു ഇനീഷ്യൽ എക്സാം ഉണ്ട്, അതിൽ ഇത്ര സ്കോറിന് താഴെയുള്ള ആൾക്കാർ അപ്ഫ്രണ്ട് ആയിട്ട് പൈസ അടയ്ക്കണം. അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി, അതായത് നമ്മുടെ അതായത് ഒരു സ്റ്റുഡൻറ്റ് വന്നു കഴിഞ്ഞാൽ അയാൾ ആ ഒരു സർവീസ് കൊടുക്കാനുള്ള പൈസയെങ്കിലും അപ്ഫ്രണ്ട് ആയിട്ട് വന്നില്ലെങ്കിൽ ഈ സർവീസ് നമുക്ക് കൊടുക്കാൻ പറ്റില്ല. സർവീസ് ഇൻഡസ്ട്രിയിൽ ഇങ്ങനെ പ്രശ്നമുണ്ട്. സർവീസ് കിട്ടിക്കഴിഞ്ഞിട്ട് ഒരാളിത് കേസിന് പോയി കഴിഞ്ഞാൽ സർവീസിന് പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് കൊടുത്ത സാധനം കാണിച്ചു കൊടുക്കാനും പറ്റില്ല. ഇപ്പോൾ ഗോൾഡൊക്കെ ആണെങ്കിൽ നമുക്ക്, അല്ലെങ്കിൽ സോപ്പൊക്കെ ആണെങ്കിൽ നമുക്ക് മേടിച്ച സാധനം കാണിച്ചു കൊടുക്കാൻ ഒരു വസ്തു ഉണ്ടാവും. സർവീസ് ഇൻഡസ്ട്രീൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഇത് സർവീസ് കിട്ടിക്കഴിഞ്ഞാൽ ഒരാൾ പറയും നിങ്ങൾ എനിക്ക് എന്താ തന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എവിടും നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മളവിടെ ലീഗലി ചിലപ്പോൾ ഫെയിൽ ആവാനുള്ള ചാൻസ് കൂടുതലാണ് സർവീസ് ഇൻഡസ്ട്രിയിൽ. അയാൾ തന്നില്ല എന്ന് പറഞ്ഞാൽ തന്നു എന്ന് പറയാൻ നമുക്ക് പലതും ഉണ്ടാവില്ല. ചിലപ്പോൾ നമ്മൾ പറഞ്ഞിടത്തൊരു വാക്കായിരിക്കും ചിലപ്പോൾ വാല്യൂ, പക്ഷെ ആ വാക്കിന് അത് കഴിഞ്ഞിട്ട് അവർ വാല്യൂ കാണില്ല. പ്രത്യേകിച്ച് സ്റ്റുഡൻസ് ആയിട്ടുള്ള സമയത്തും നമ്മൾ B2B ഡീൽ ചെയ്യുന്നിടത്തും ഗ്രാറ്റിറ്റ്യൂഡ് തമ്മിൽ വ്യത്യാസമുണ്ട്. സ്റ്റുഡൻസ് ചിലപ്പോൾ അത് വാല്യൂ കാണുന്ന സ്റ്റുഡൻസും ഉണ്ട്, ഇല്ലാത്തവരും ഉണ്ട്, 2 കാറ്റഗറി ഉണ്ടാവും. അപ്പോൾ
ഇങ്ങനെയുള്ള കുറച്ച് പ്രശ്നങ്ങൾ അവിടെ മനസ്സിലാക്കി. അപ്പോൾ നമ്മൾ കുറച്ച് അപ്രണ്ടിലോട്ട് കൊണ്ടുവരും. ഇപ്പോൾ ലാസ്റ്റ് ഒരു 6 മാസം മുന്നേ ഞങ്ങൾ നോക്കിയപ്പോൾ ഒരു 12 കോടിയോളം രൂപയോളം ഞങ്ങൾക്ക് കിട്ടാത്തതുണ്ട്. അപ്പോൾ ഞങ്ങൾ മനസ്സിലാക്കി ഇനി അത് കളക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ വീണ്ടും ഞങ്ങൾ സ്പെൻഡ് ചെയ്യണം. ലീഗലി പൈസ മുടക്കി അത് നെഗറ്റീവിലായിട്ടുള്ള ഫണ്ടിന് വേണ്ടിയിട്ട് വീണ്ടും ഫണ്ട് നെഗറ്റീവ് ആക്കണം, വീണ്ടും സ്പെൻഡ് ചെയ്യണം. അപ്പോൾ ഞങ്ങൾ മനസ്സിലാക്കി ഇപ്പം നമുക്ക് റിസൾട്ട് ഉണ്ട്. തുടക്കത്തിൽ നമ്മൾ കുട്ടികൾ വരാനുള്ളൊരു പേടിയെന്ന് വെച്ചാൽ ഈ ഒരു പുതിയ മെത്തേഡ് ടീച്ചർ ഇല്ലാത്തൊരു മോഡലിൽ വേണ്ടി പഠിക്കാൻ വന്നിട്ട് ജോലി കിട്ടുമെന്നായിരുന്നു. കേരളത്തിൽ നിന്ന് സാലറി ഏറ്റവും കൂടുതൽ കൊടുക്കുന്നത് നമ്മളാണ്. അതായത് നമ്മൾ എപ്പോഴും വാല്യൂ എന്താ വെച്ചാൽ ജോലിയുടെ കാര്യത്തിലും സാലറിയുടെ കാര്യത്തിലും നമ്മൾ കീപ്പ് ചെയ്തിട്ടുണ്ട്. ഇവിടെ പഠിച്ചതിന് 98% കുട്ടികൾക്ക് ജോലി കൊടുത്തിട്ടുണ്ട്. അത് 40,000 ആവറേജ് സാലറിയിൽ. കേരളത്തിൽ ഒരു സാധനം കൊടുക്കണില്ല. എല്ലാ പ്ലേസ്മെന്റും വെബ്സൈറ്റിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. വേറെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടും പറഞ്ഞ നമ്പർ ഇതുവരെ വെബ്സൈറ്റിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാവില്ല. ഞങ്ങൾ നമ്പർ ഇട്ട് കറക്റ്റ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ വാല്യൂ നമ്മൾ കൊടുക്കുന്നതുകൊണ്ട് നമുക്ക് വേറെ എന്തിനും നമുക്ക് പ്രതിരോധിക്കാം. അറ്റ് ദ എൻഡ് കുട്ടിക്ക് വേണ്ടത് ജോലിയും സാലറിയാണ്, അല്ലാണ്ട് വേറെ എന്ത് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം നമ്മൾ അതിൽ വാല്യൂ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ ആലോചിച്ചു 2000-ഓളം പ്ലേസ്മെന്റ് പോയി. ഇനി നമ്മൾ എന്ത് ചെയ്യണ്ട, ജോലി കിട്ടിയിട്ട് പൈസ അടയ്ക്കാന്നുള്ള മോഡൽ മാറ്റിയിട്ട് ഫുൾ അപ്രണ്ടിലോട്ട് കൊണ്ടുവന്നു. അതും കുറച്ച് പ്രൈസിങ് കുറച്ച് കൂട്ടിയിട്ട് ക്വാളിറ്റി കൊടുക്കാന്ന് വെച്ചാൽ നമ്മൾ ചീപ്പാവും തോറും നമുക്ക് ചീപ്പ് സർവീസ് കൊടുക്കേണ്ടി വരും. ചീപ്പ് സർവീസ് കൊടുക്കുമ്പോൾ കുട്ടികൾക്ക് വാല്യൂ ഉണ്ടാവില്ല, അത് ലോങ് ടൈമിൽ വാല്യൂ ഉണ്ടാവില്ല നമുക്ക്. അപ്പോൾ നമ്മൾ ചീപ്പാവണ്ട, പ്രൈസ് കൂട്ടി വാല്യൂ സർവീസ് കൊടുക്കാമെന്നും ഈ പറഞ്ഞ 40,000 ആവറേജിൽ ഒരു 50-60 ആക്കാനുള്ള പരിപാടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിലോട്ട് എത്തുക എന്നുള്ളതിലോട്ട് മാറി പ്രൈസിങ് മാറ്റം വരുത്തി കൊണ്ടുവന്ന് കണ്ടുപിടിച്ചു എന്നുള്ളതാണ് ശരിക്കും ഇത് ലേണിംഗ് ആണ് ശരിക്കും. അപ്പോൾ ഈ ഇൻസൈറ്റ്സ് എല്ലാം ഗ്രാജുവൽ ഇൻവോൾവ് ചെയ്യാന്നറിയാം. ശരിക്കും പല ഇൻവെസ്റ്ററുടെ അടുത്തു നിന്നും കുറെ ഇൻപുട്സിൽ വന്നിട്ടുണ്ട്. പിന്നെ ഒരുപാട് മെന്റേഴ്സ് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളെപ്പോഴും മെന്റേഴ്സ് ആയിട്ട് കാണുന്നത് ബിസിനസ് വിജയിപ്പിച്ച ആൾക്കാരുടെ നിന്നുള്ള ഇൻപുട്ട് എടുത്തുകൊണ്ടേ ചെയ്തവർക്കാണ് കുറച്ചും കൂടി പറയാൻ. ഞങ്ങളെപ്പോഴും നോക്കും, ഇപ്പോൾ ഒരു 1 മില്യൺ ഫണ്ടേലും ജനറേറ്റ് ചെയ്യാത്ത അടുത്ത ബിസിനസ്സിൽ നമ്മൾ ലേൺ ചെയ്യരുത് എന്നുള്ളതാണ്. അവിടെ ബിസിനസ് ലേൺ ചെയ്യാൻ നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മൾ പല മണ്ടത്തരങ്ങളും നമ്മൾ കേൾക്കുക. അപ്പൊ അതായിരിക്കില്ല പലപ്പോഴും ബിസിനസ്സിന്റെ കഥ. അപ്പോൾ ഇതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം, ആരാണ് നമ്മോട് പറയണത്. നമ്മളെപ്പോഴും നോക്കും, ഒരു $1 മില്യൺ എങ്കിലും റവന്യൂ ജനറേറ്റ് ചെയ്യാത്ത ഒരാള് നമ്മൾ ബിസിനസ് ഇങ്ങനെ ചെയ്യണം എന്ന് പറയുമ്പോൾ നമ്മൾ ആലോചിക്കണം, വീണ്ടും ആലോചിക്കും ഈ ഐഡിയ ചെയ്യണോന്ന്. ഇനിയിപ്പോൾ ജനറേറ്റ് ചെയ്താൽ പോലും നമ്മൾ ആലോചിക്കണം, അല്ലാന്നല്ല. പക്ഷെ എന്നാൽ പോലും അവിടെ നമ്മൾ ആ മെൻഡർ എന്ന് പറഞ്ഞ ആൾക്ക് നമ്മൾ എന്ത് ചെയ്യണം, അങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ കണ്ടുപിടിക്കും, നമ്മൾ പോയി മീറ്റ് ചെയ്യുകയും സംസാരിക്കുകയും ഇത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് പിന്നെ ചേഞ്ച് ചെയ്യാനുള്ള മനസ്സും വെക്കണം. തുടക്കത്തിൽ നമ്മൾ പറഞ്ഞില്ലേ ഈ വിമർശിക്കുമ്പോൾ നമ്മൾ ഇല്ല അതൊന്നും അല്ല എന്നാണ് തർക്കിക്കാൻ നോക്കും. പിന്നെ നമ്മൾ ഈ വിമർശിക്കുന്നത് ഇവൻ ഈ കുറച്ച് പൈസ ഉണ്ടാക്കിയവൻ എന്തുകൊണ്ടാണ് വിമർശിക്കുന്നത്, എന്തുകൊണ്ടാ ചോദിക്കാൻ തുടങ്ങി. അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാര്യം? പണ്ട് നമ്മൾ എന്താ വെച്ചാൽ വിമർശിക്കുമ്പോൾ നമ്മൾ എന്ത് പറയുന്ന അറിയോ, അങ്ങനൊന്നല്ല ഞങ്ങളിത് തെളിയിച്ചാണ്, ഞങ്ങൾക്ക് ഇത് അറിയാം, ഞങ്ങൾ ഭയങ്കര മോട്ടിവേറ്റഡ് ആണെന്ന് പറയും നമ്മള്. പിന്നെ നമ്മൾ മനസ്സിലായി അതെന്താ ലിസൺ ചെയ്യാനുള്ള മെന്റാലിറ്റി കൊണ്ടുവരിക എന്നുള്ള. അതാണ് കറക്റ്റ് തോന്നുന്നത്. പലപ്പോഴും ഈ പുതിയ ജനറേഷൻ അല്ല പല ഫൗണ്ടേഴ്സും അങ്ങനെ പറയായിരിക്കും ശരി. കാരണം പല പുതിയ ജനറേഷൻ നമ്മളെക്കാൾ സ്മാർട്ടായി ചെയ്യുന്ന പലരും ഉണ്ട്. അപ്പോൾ അവരിൽ നിന്നാണ് പഠിക്കുന്നത്. ശരിക്കും ഈ ഇൻവെസ്റ്റർ അല്ലെങ്കിൽ ഒരു ഏഞ്ചൽ VC അല്ലെങ്കിൽ സ്ട്രാറ്റജിക് ഇൻവെസ്റ്റേഴ്സ് എന്നൊക്കെ പറയും, അവരുടെ അടുത്ത് നിന്ന് പൈസയല്ല ശരിക്കും പറഞ്ഞാൽ വാങ്ങേണ്ടത്. ഈ പറയുന്ന നോളേജും ചലഞ്ചസും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് അത് സോൾവ് ചെയ്യും. ഏതോ ഒരു ഏഞ്ചൽ എന്നോട് പറഞ്ഞതാണ്, ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് ഒരു പ്രീ റവന്യൂ അല്ലെങ്കിൽ റവന്യൂ ആയാലും ഏറ്റവും കൺസർവേറ്റീവ് ആയ ഒരാളെ പോയി കാണാം. അദ്ദേഹം ഒരു 10 കുറ്റത്തിനെ പറ്റി പറഞ്ഞു തരും. അത് എത്രയും നേരത്തെ ചെയ്ത് അത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമ്മളുള്ള ജേർണി എളുപ്പമായിരിക്കും. അതുപോലെ തന്നെ കുറെ ബെനിഫിറ്റ്സും തിരിച്ചവർ തരും. പൈസ അല്ലാതെ ഒരു B2B കണക്ട്സോ അല്ലെങ്കിൽ സ്ട്രാറ്റജിക് ആയിട്ടുള്ള അഡ്വൈസോ അങ്ങനെ കിട്ടുന്ന അങ്ങനെ എന്തെങ്കിലും സ്ട്രാറ്റജിക് അഡ്വൈസറി ആരെങ്കിലും കിട്ടിയിട്ടുണ്ടോ, അതോ ഇങ്ങനത്തെ ഇൻസൈറ്റ്സ് ഒഫീഷ്യലി ഇല്ല. നമ്മളിങ്ങനെ പല ആൾക്കാരുടെ അടുത്ത് പോയി ഡിസ്കസ് ചെയ്യും. പിന്നെ ഞങ്ങൾ കണ്ടിട്ടുള്ള കാര്യം വെച്ചാൽ നമ്മൾ ലോക്കലി നേരിട്ട് കാണുന്നേക്കാൾ കൂടുതൽ നമ്മൾ ഒരുപാട് വീഡിയോസ് വാച്ച് ചെയ്യും, ഒരുപാട് പോഡ്കാസ്റ്റുകൾ വാച്ച് ചെയ്യും, ഒരുപാട് ഇങ്ങനത്തെ ബിസിനസ് ലേണിങ്ങുള്ള മില്യണേഴ്സും ബില്യണേഴ്സിന്റെയും വീഡിയോസ് ഇരുന്ന് കാണും ഞങ്ങൾ. അതിൽ ഒരു 3 മണിക്കൂർ 4 മണിക്കൂറിന്റെ പോഡ്കാസ്റ്റ് ഒക്കെ ആയിരിക്കും, അത് ഇരുന്ന് വാച്ച് ചെയ്യും. അതിൽ നമ്മൾ ഭയങ്കരമായിട്ട് അതാണ് നമ്മൾ പലപ്പോഴും നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്. ശരിക്കും എഡ്യൂടെക് അല്ലെങ്കിലും ബൈജൂസിന്റെ ഫെയിലിയർ എന്ന് ഒരിക്കലും പറയുന്നില്ല, അവരുടെ സ്ട്രാറ്റജി കറക്റ്റ് ആവാത്തതുകൊണ്ട്. എല്ലാവരും ഇവിടെ സെലിബ്രേറ്റ് ചെയ്യുന്നത് എന്താ പറയുക സക്സസിനെ മാത്രമാണ്. ശരിക്കും പഠിക്കേണ്ടത് ഞാൻ മനസ്സിലാക്കുന്നത് ഫെയിലിയർ എന്നല്ല, എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു, നമ്മൾ എങ്ങനെ സംഭവിക്കാതിരിക്കാം. അപ്പോൾ ആ സമയത്തൊരു ഇപ്പോൾ നിങ്ങളുടെ ഗ്രോത്ത് ഫേസിലാണെങ്കിലും എഡ്യൂടെക് ഡിം ആയിക്കൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. അപ്പോൾ നിങ്ങൾ എഡ്യൂടെക്കിലല്ലെങ്കിലും സാധാരണക്കാർ നോക്കുമ്പോൾ എന്ത് എഡ്യൂടെക് പോലെയാണ്. അത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു മാർക്കറ്റിൽ പ്രോബ്ലം ഉണ്ടായിരുന്നോ, അതോ നിങ്ങളുടെ സ്കിൽ ടെക് ഈ സെഗ്മെന്റ് ഇങ്ങനെ നാച്ചുറൽ വേറൊരു പാരലൽ വേ വഴി പോയിരുന്നോ, എങ്ങനെയായിരുന്നു? ശരിക്കും ഞങ്ങൾക്ക് ബോധം വെച്ചു എന്ന് വേണമെങ്കിൽ പറയാം. അതായത് അവിടെയാണ് നമ്മളെ എഡ്യൂക്കേഷൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ ട്രേഡിംഗ് പഠിപ്പിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് എന്തുകൊണ്ട് അവർക്ക് പിടിച്ചിരിക്കാൻ, ഇപ്പോൾ ഷാരിഖ് സംസുദ്ദീന് ട്രേഡിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തിയിട്ടുണ്ടായിരുന്നു, അവർ ഫെയിലായി, അവർ സ്റ്റോപ്പ് ചെയ്തു എന്ന് പറയാം, പുതിയ രീതിയിലോട്ട് മാറി. അല്ലെങ്കിൽ ട്രേഡിംഗ് നടത്തുന്ന വേറെ കുറേ ആൾക്കാരുണ്ട്.
ഇതിൻ്റെയൊക്കെ പ്രശ്നം എന്ന് വെച്ചാൽ റിസൾട്ട് കൗണ്ടബിൾ ആയിട്ട് മെഷർ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് എൻ്റെ യാഥാർത്ഥ്യം. അതായത് ട്രേഡിംഗ് പഠിച്ചൊരു കുട്ടി അവനത് കോഴ്സ് സൂപ്പറായിട്ട് കംപ്ലീറ്റ് ചെയ്തെന്ന് പറയാൻ മാത്രമല്ല എന്താണ് ഉള്ളത്, അവൻ നാളെ ട്രേഡ് ചെയ്യണം അല്ലെ, പ്രോഫിറ്റ് ഉണ്ടാക്കണം. അവൻ എത്ര രൂപ ഇറക്കും ആ ഒരു ഐഡിയ ഇല്ല, ക്ലാരിറ്റി ഇല്ല. എത്ര രൂപ ഇറക്കിയിട്ട് എത്ര ക്ലാരിറ്റി ഉണ്ടാക്കും, നമ്പറിൽ ക്ലാരിറ്റി ഇല്ല. ഇതില്ലാത്തപ്പോൾ ഇതിന് റിസൾട്ട് ഇല്ല. അപ്പൊ 4 ആൾ വിമർശിക്കുമ്പോൾ ഷാരിഖ് സംസീന് പോയിട്ട് പറയാൻ പറ്റൂല എനിക്ക് ഇത്ര സ്റ്റുഡൻസ് വന്നു, അവർ ഇത്ര രൂപ പ്രോഫിറ്റ് ഉണ്ടാക്കി എന്ന് പറയാനുള്ള നമ്പറുകളുടെ ക്ലാരിറ്റീൻ്റെ പ്രശ്നമാണ്. നമ്മളെ സംബന്ധിച്ചോളം എന്നെ നമ്മളെ പ്രോട്ടോടൈപ്പിന് ആരും കുറ്റം പറയണം. ഞാൻ പറയണത് 2100 ചില കുട്ടികൾ ജോലിക്ക് കയറിയിട്ടുണ്ട്. 5 LP ആവറേജ് സാലറി കിട്ടിയിട്ടുണ്ട്. ഒരു 40,000 ആവറേജ് സാലറിയാണ് ഇങ്ങോട്ട് പോര്, അല്ലെങ്കിൽ വേറെ എവിടെയും പോകും. വളരെ ക്ലിയർ ആണ്. എന്തൊരു റീഫണ്ട് പോളിസിയും പറഞ്ഞില്ല, അതായത് 1 ഇയറിനുള്ളിൽ അതായത് ജോലി കിട്ടിയിട്ട് ഇപ്പൊ ഞങ്ങൾക്ക് ഉറപ്പിച്ചു കോഴ്സ് ഓരോ വീക്കിലും ഈ IT എക്സ്പേർട്സിന്റെ റിവ്യൂവും സിസ്റ്റം ഒക്കെ കഴിഞ്ഞ് വന്ന് ഒരു കുട്ടി 54 വീക്ക് കഴിഞ്ഞ് അത് 1 ഇയർ കോഴ്സ് കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ അവൻ ഭയങ്കര ക്വാളിറ്റി ആയിട്ടുണ്ടാവും. അവന് ജോലി കിട്ടാത്ത കാര്യം ചിന്തിക്കണ്ട, ഞങ്ങൾക്ക് അത് ഉറപ്പാണ്. അതുകൊണ്ടാണ് ഞങ്ങളിപ്പോ റീഫണ്ടബിൾ ഗ്യാരണ്ടി വെച്ചു. ജോലി കിട്ടിയിട്ട് 1 ഇയർ കഴിഞ്ഞിട്ട് കോഴ്സ് കഴിഞ്ഞിട്ട് 1 ഇയർ കഴിഞ്ഞിട്ട് അവന് ജോലി കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അവന് കോഴ്സ് ഫീ ആയിട്ടുള്ള അടച്ചിട്ടുള്ള 3 lakh സംതിങ് എമൗണ്ട് ഉണ്ടാവും, അത് ഫുൾ എമൗണ്ട് തിരിച്ചു കൊടുക്കും. അത് ഗ്യാരണ്ടി ചെയ്യാണ്. അപ്പൊ എന്താ വെച്ചാൽ ഇത് എങ്ങനെ ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ ഈ 7 മാസത്തെ കോഴ്സ് ഞങ്ങൾ നടത്തി. ആദ്യം 3 മാസത്തെ കോഴ്സ് ആയിരുന്നു, പിന്നെ അത് 6 മാസം കോഴ്സിലോട്ട് മാറ്റി, വീണ്ടും ക്വാളിറ്റി ഉറപ്പ്, പിന്നെ 7 മാസം കോഴ്സാക്കി. ഇത് കുറെ ഘട്ടങ്ങളുണ്ടായ ഒരുപാട് ചേഞ്ചസുകളുണ്ട്. അത് കഴിഞ്ഞപ്പോൾ ഇത് 1 ഇയർ കോഴ്സായി മാറിയത്. ഈ 1 ഇയറിലൂടെ ഒരു ടെക്കി റിസർച്ച് നടത്തി പഠിക്കുന്ന ഒരു മെത്തേഡാണ് ഇവിടെ. ടീച്ചേഴ്സ് പഠിപ്പിക്കാത്ത മെത്തേഡ്, സ്കെയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡ്. സ്റ്റാർട്ടപ്പ് ബിസിനസ് സൈഡിൽ നോക്കുമ്പോൾ സ്കെയിൽ ചെയ്യാൻ പറ്റുന്ന മെത്തേഡാണ്. സ്റ്റുഡൻറ് സൈഡിൽ നോക്കുമ്പോൾ റിസർച്ച് എടുത്തുന്ന ക്വാളിറ്റി മെത്തേഡാണ്. പക്ഷെ എല്ലാം കൊണ്ടും വാല്യാണ് നോക്കിയത്. മൊത്തത്തിലൊരു ചേഞ്ച് കൊണ്ടുവന്നു എഡ്യൂക്കേഷന്റെ. അപ്പൊ ഇതൊരു റിസൾട്ടും ഭയങ്കരമാണ്. ഞങ്ങൾ പറഞ്ഞത് 98% ആൾക്കാർ ജോലിക്ക് കയറി എന്ന് പറയുമ്പോൾ ബാക്കി 2% ആൾക്കാർ സ്റ്റാർട്ടപ്പ് എടുത്താൻ പോയവർ, വിദേശത്ത് പഠിക്കാൻ പോയവരൊക്കെയാണ്. അല്ലാതെ ജോലി കിട്ടാത്ത വളരെ കുറവാണ്. അപ്പോൾ ഇത് കംപ്ലീറ്റ് ചെയ്ത് ഈ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ ഓരോ വീക്കും പഠിക്കാനുള്ളത് പ്രോപ്പറായിട്ട് അവൻ കംപ്ലീറ്റ് ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം പ്രോ ആണ്. ഇവിടെ ഇറങ്ങുമ്പോൾ അതിന് പ്രോ ആയിട്ടുണ്ടാവും. അതുകൊണ്ടാണ് നമുക്ക് റീഫണ്ടബിൾ ഗ്യാരണ്ടി. ഒരു പ്രാക്ടിക്കൽ ആസ്പെക്ട്സ് ആണ് നമ്മൾ കവർ ചെയ്യുന്നത്. ഇപ്പോൾ ബിഗ് ഫോഴ്സ് ആണെങ്കിൽ ഇപ്പോൾ നമ്മുടെ ഫിനാൻസ് ബാക്ക്ഗ്രൗണ്ടിലാണെങ്കിലും ഇപ്പോൾ റീസെന്റ് എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ക്വാളിഫിക്കേഷൻ അല്ല നോക്കുന്നത്. +2 കഴിഞ്ഞ ഒരാൾക്ക് ഒരു 6 months പ്രാക്ടിക്കൽ ഇൻസൈറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഹീസ് കേപ്പബിൾ ഫോർ ഡൂയിങ് ജോബ് എന്നാണ് ഇപ്പോൾ എല്ലാ ഫീൽഡിലേക്കും AI വന്നതിനുള്ള മാറ്റം അല്ലാതെയും വരുന്ന കുറെ കാര്യങ്ങൾ. ശരിക്കും നമ്മൾ ഈ വിഷയം നേരത്തെ പ്ലാൻ ചെയ്യുന്നുണ്ട്. ലാസ്റ്റ് 2-3 years ആയിട്ട് ഈ ഒരു പ്രാക്ടിക്കൽ സെൻട്രിക് ആയിട്ടാണ് നമ്മളെല്ലാ കോഴ്സും തുടക്കം മുതലേ നമ്മൾ പ്രാക്ടിക്കലി ആവണം വെച്ചാൽ നമ്മൾ ഒരിക്കലും മനസ്സിലായി. ഇപ്പോൾ ഞങ്ങൾ തുടങ്ങിയ സമയത്താണ് ആലോചിച്ച് സ്റ്റാർട്ടപ്പ് മോഡൽ ആവണം. എങ്ങനെ സ്കെയിൽ ചെയ്യും? സ്കെയിൽ ചെയ്യാൻ ഒറ്റ വഴിയേ ഉള്ളൂ. ഒരു കോഴ്സറ പോലെ യൂഡമി പോലെ ഒരു പ്ലാറ്റ്ഫോം തുടങ്ങുക, എന്നിട്ട് അതിൽ കുറെ വീഡിയോസ് ഉണ്ടാക്കിയിടുക, എന്നിട്ട് അത് അസസ് ചെയ്യുക. ഇതായിരുന്നു നമ്മൾ ആദ്യത്തെ ചിന്ത വരെ. എപ്പോഴും ഒരു എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോം തുടങ്ങുമ്പോൾ ഞങ്ങൾ ആലോചിച്ചു അതിപ്പോൾ എല്ലാവരും ചെയ്യുന്നുണ്ട്, ഞങ്ങളിപ്പോൾ അതിലെന്താ വെറൈറ്റി ആയിട്ടുള്ളത്. നമ്മളെപ്പോഴും ഇന്നോവേഷൻ എന്നുള്ള വേർഡ് കൂടി സ്റ്റാർട്ടപ്പിലുണ്ടല്ലോ. ഇന്നോവേറ്റീവ് ആയിട്ട് വേഗം കണ്ടുപിടിക്കണം. അപ്പൊ നമ്മൾ എങ്ങനത്തെ ഇന്നോവേറ്റീവ്? അവിടെ ഒരു പ്രശ്നമുണ്ട്. ഓൺലൈൻ കോഴ്സിന്റെ ഗ്ലോബൽ കംപ്ലീഷൻ റേറ്റ് 5% ഉള്ളൂ. 95% ആൾക്കാരും സ്റ്റാർട്ട് ചെയ്യും, ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യും. എന്നാൽ കോളേജിൽ പോയ ഒരാള് പഠിച്ചില്ലെങ്കിലും കംപ്ലീറ്റ് ചെയ്യും അല്ലേ? നമ്മള് അവിടെ ചിലപ്പോൾ 90% തോറ്റിട്ടുണ്ടാവും. പക്ഷെ 90% ആൾക്കാരും അവിടെ കോളേജ് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. അതൊന്ന് സോഷ്യൽ പ്രഷർ ഉണ്ട്, അങ്ങനെ കുറെ റീസൺസ് ഉണ്ട് ഇതിന്. അപ്പൊ ഞങ്ങൾ മനസ്സിലായത്തോളം ഓൺലൈൻ പ്ലാറ്റ്ഫോം തുടങ്ങിക്കൊണ്ട് നമുക്ക് എഡ്യൂക്കേഷനിൽ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റില്ല. അപ്പം ഞങ്ങൾ മനസ്സിലാക്കിയ കാര്യമാണ് ഒരു ഫിസിക്കൽ പ്രോഗ്രാം കൊണ്ടുവരിക, എന്നാൽ ഇത് ഓൺലൈൻ പ്രോഗ്രാം പോലെ സ്കെയിൽ ചെയ്യാൻ പറ്റണം. അവിടെ ഞങ്ങൾ ആലോചിച്ചതാണ്. പലപ്പോഴും നമ്മൾ പലരും പറയും സർവീസ് ബേസ്ഡ് കമ്പനി അല്ലേ, ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലേ എന്ന് പറയും. പക്ഷെ ഞങ്ങൾ ഊബറിനെ പോലെയാണ് ഞങ്ങൾ കാണുന്നത്. ഞങ്ങൾക്ക് കാറുണ്ട്, ഡ്രൈവർ ഉണ്ട്, എണ്ണ അടിക്കണതൊക്കെ വേണം, ഫിസിക്കലി ഓരോ ഇതിനും വേണം. പക്ഷെ ഇതൊന്നും ഞങ്ങളല്ല കൊടുക്കുന്നത്. അതായത് ഞങ്ങൾക്ക് ട്രെയിനർ ഉണ്ടോ വെച്ചാൽ ട്രെയിനർ ഇല്ല, ഞങ്ങൾക്ക് സ്പേസ് ഉണ്ടോ വെച്ചാൽ ഞങ്ങൾക്ക് സ്പേസും ഇല്ല. എന്നാൽ ഫിസിക്കൽ പ്രോഗ്രാം ആണോ ആണ്, എഡ്യൂക്കേഷൻ പ്രോഗ്രാം ആണോ ആണ്. ടീച്ചർ ഉള്ളതിനേക്കാളും ക്വാളിറ്റി വരുന്നുണ്ടോ? ക്വാളിറ്റി വരുന്നുണ്ട്. അതേപോലെ ഫിസിക്കൽ കോളേജിന്റെ സ്പേസിനേക്കാളും നല്ല സ്പേസ് ആണോ? അതും കൊടുക്കുന്നുണ്ട്. IT എൻവയോൺമെന്റാണ് കൊടുക്കുന്നത്. ഓരോ കോർക്കി സ്പേസ് സീറ്റ് പോലെ ഇരുന്ന് സ്റ്റുഡന്റ് വർക്ക് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ അവനൊരു IT കമ്പനിക്ക് പോണതിന് മുന്നേ ഉള്ള പ്രിപ്പറേഷനാണ്. ഏതൊരാൾക്കും വന്ന് അച്ചീവ് ചെയ്യാൻ പറ്റും. ഈ പറഞ്ഞ പോലെ ഡിഗ്രി ഇതൊന്നും പ്രോബ്ലം അല്ല, +2 ഉള്ള ആൾക്കാർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഇങ്ങനത്തെ ഒരു ഡിഫറെന്റ് മോഡൽ ഉണ്ടാക്കി എന്നുള്ളതാണ്. ഇത് ട്രൈ ഔട്ട് ചെയ്ത് വിജയിപ്പിച്ചു എന്നുള്ളതാണ് ഞങ്ങളൊരു ശരിക്കും ഞങ്ങൾക്കുള്ള സന്തോഷം. അതാണ് ഇപ്പൊ അസാപ്പ് ഒക്കെ ഇപ്പോഴാണ് ഇംപ്ലിമെന്റ് ചെയ്യാൻ പോകുന്നുള്ളൂ. അസാപ്പായിട്ട് ഒരു ഡിസ്കഷൻ എനിക്ക് ഉണ്ടായിരുന്നു. അപ്പൊ അവര് ചോദിച്ചത് ഇനി അടുത്ത എന്ത് കോഴ്സുകൾ വീട്ടിലിരുന്ന് ചെയ്യണം. അപ്പൊ ഡിജിറ്റൽ മാർക്കറ്റിംഗ്, കോഡിംഗ്. അപ്പോൾ ശരിക്കും ആ ഒരു മോഡൽ നേരത്തെ തന്നെ നമ്മൾ, അതായത് എവിടെയും ഞാൻ വീഡിയോയിൽ കണ്ടിരുന്നു, എന്തോ ഒരു ഹൗസ് വൈഫായ ഒരു ലേഡി നോൺ കോമേഴ്സ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന് കോഡിംഗ് എല്ലാം പഠിച്ച് വീട്ടിലിരുന്നുകൊണ്ട് പഠിച്ചിട്ട് പ്ലേസ്ഡ് ആയിരുന്ന 150ഓളം ഹൗസ് വൈഫ് ഓൾറെഡി 30 കഴിഞ്ഞ ഹൗസ് വൈഫ് ഓൾറെഡി പ്ലേസ്ഡ് ആയിട്ടുണ്ട്.
150 ആൾക്കാരുണ്ട്. നല്ല സാലറിയിലാണ്, നല്ല പൊസിഷനിലോട്ട് അവർ പോണത്. ഓക്കെ, ഇപ്പൊ നമ്മളിപ്പോൾ ഫിനാൻസ് ബാക്ക്ഗ്രൗണ്ടിലെ ആൾക്കാർ ഇപ്പോഴത്തെ കാലത്ത് പിടിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് കോഡിങ് അറിയണം, അതായത് കുറച്ചെങ്കിലും എങ്കിലാണ് ടെക് എനേബിൾഡ് ആയിട്ട് നമുക്ക് പല കാര്യങ്ങളും കൺസൾട്ട് ചെയ്യാനോ പഠിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ശരിക്കും നിങ്ങളുടെ ഒരു സ്റ്റേജ് നോക്കുമ്പോൾ ഒരുപാട് പിവറ്റിങ് നടന്നിട്ടുണ്ട്, അതായത് പല സ്റ്റേജിൽ നമ്മൾ മാറിയിട്ടുണ്ട്. എനിക്ക് ഏറ്റവും ഇംപ്രസീവായി തോന്നിയ കാര്യം എന്ന് വെച്ചാൽ പല ആളുകളും ഒരു 10-20 കോടി റവന്യൂ ആയി കഴിയുമ്പോൾ നമ്മൾ എത്രയായി, എത്രയും പെട്ടെന്ന് ഫണ്ട് എടുക്കാം എന്നിട്ട് ബാക്കി നോക്കാന്നാണ് പറയുക. പക്ഷെ ഇവിടെ ഞാൻ കേട്ടത് ഞാൻ സിസ്റ്റം കറക്റ്റ് ചെയ്യാൻ വേണ്ടി എൻ്റെ ഇന്റേണൽ കൺട്രോൾസ് SOP കറക്റ്റ് ചെയ്ത് പ്രശ്നമുണ്ടെന്ന് മനസ്സിലാക്കി അതിനുവേണ്ടി 2 വർഷം വെയിറ്റ് ചെയ്തു എന്ന് പറഞ്ഞു. അതിനെപ്പറ്റി ഒന്ന് പറയാം. ആക്ച്വലി അതാണ് 2023 ഈ ഫണ്ടിന്റെ കുറച്ച് പ്രോഫിറ്റ് മാറി തുടങ്ങി, അതായത് നമുക്ക് റവന്യൂ കുറച്ച് വരാൻ തുടങ്ങി, ഈ ഫീസ് സ്ട്രക്ചറെ കുറച്ച് അപ്രണ്ടിലോട്ട് കൊണ്ടുവന്നപ്പോൾ കാര്യങ്ങൾ വരാൻ തുടങ്ങി. അപ്പോൾ ഞങ്ങൾ ആലോചിച്ച് വേഗം സ്കെയിൽ ചെയ്യണം. അങ്ങനെ ഞങ്ങൾ യൂട്യൂബ് ചാനൽ തുടങ്ങി. പ്രോട്ടോടൈപ്പ് തെലുങ്ക്, പ്രോട്ടോടൈപ്പ് കന്നഡ, പ്രോട്ടോടൈപ്പ് ഹിന്ദി. ഇപ്പോഴും നമുക്ക് സെർച്ച് ചെയ്താൽ കിട്ടും, യൂട്യൂബിലുണ്ട്. കുറച്ച് വീഡിയോസ് ഇട്ട് കുറച്ച് സ്റ്റാഫിനെ ഹയർ ചെയ്ത് പിന്നെ ഞങ്ങൾക്ക് മനസ്സിലായി ഇപ്പോൾ ബൈജൂസിനൊക്കെ അവിടെയാണ് ബൈജൂസിൻ്റെ ഒക്കെ ലേണിംഗ് ഞങ്ങൾ ശരിക്കും സംഭവിച്ചത്. അത് വെറുതെ സ്കെയിൽ ചെയ്ത് പോയിട്ട് നമ്മളെ ക്വാളിറ്റിയും സർവീസും വാല്യൂ നമുക്ക് ചെയ്യാതെ അവിടെ നമ്മൾ കമ്പനീസോട് ടൈപ്പുകൾ കുറവായിരുന്നു. ആ സമയത്ത് കുറച്ച് പേരെ പ്ലേസ് ഡൗൺ ആവുള്ളൂ എന്ന് തുടക്കത്തിൽ വന്ന ആൾക്കാരുടെ നമ്പറുകൾ കുറവായിരുന്നു. ഒരു ലാർജ് നമ്പർ വരുമ്പോൾ നമുക്ക് കമ്പനീസുമായിട്ട് അത്രയും ടൈപ്പ് ഇല്ലാതിരുന്നു കഴിഞ്ഞാൽ ഇതൊന്നും പോസിബിൾ അല്ല. ഇനീഷ്യലി പ്ലേസ്മെന്റ് ടീം പോലും ഇല്ലായിരുന്നു. ബിക്കോസ് ആദ്യം വരുന്ന കുട്ടികൾ സ്കില്ലുണ്ട്, ജോലി കിട്ടുമായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് പ്ലേസ്മെന്റ് ടീമിനൊക്കെ ഉണ്ടായിരുന്നു ഇത് കമ്പനിയുടെ ടൈപ്പിന് വേണ്ടിയിട്ട്. അതിലും പോരാന്നും അതിലൊക്കെയാണ് വാല്യൂ കൊടുക്കേണ്ടത്, അവിടെയാണ് നമ്മൾ വർക്ക് ചെയ്യേണ്ടത്. അല്ലാതെ നമ്മൾ കുറേ മാർക്കറ്റ് ചെയ്ത് സെയിൽ ചെയ്യാൻ നമുക്ക് അറിയപ്പോൾ നമുക്ക് എല്ലാ ലാംഗ്വേജിലും വീഡിയോ ഉണ്ടാക്കാൻ അറിയാം, സെയിൽ നടത്താം. അതിപ്പോൾ ഒരു 1000 പുതിയ കസ്റ്റമർ വന്നു കഴിഞ്ഞിട്ട് ഇവർക്ക് ജോലി കൊടുത്തു കഴിഞ്ഞാൽ നമ്മളൊരു സമയത്ത് ഫെയിൽ ആവും അല്ലേ. അപ്പം നമ്മളെന്ത് മനസ്സിലാക്കി വെച്ചാൽ കോഴ്സിൽ ഇമ്പ്രൂവ് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്, പ്രൈസിങ്ങിൽ ഇമ്പ്രൂവ് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്, സർവീസിൽ എല്ലാവരും സാറ്റിസ്ഫൈഡ് ആവണം, അതിന് എന്തൊക്കെ കാര്യങ്ങൾ ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ സ്കെയിൽ ചെയ്യുമ്പോൾ നമ്മൾ 10 ആൾക്ക് കൊടുത്ത സർവീസ് ആയിരിക്കും 1000 പേർക്ക് കൊടുക്കുമ്പോൾ സർവീസ് മാറ്റം വരുത്തുന്നുണ്ട്, ഒരുപാട് സിസ്റ്റം മാറ്റം വരുത്തുന്നുണ്ട്. ഇതൊക്കെ ഫിഗർ ഔട്ട് ചെയ്ത് ലാസ്റ്റ് 2 വർഷം. അപ്പോൾ ഈവൻ തമിഴ്നാട് പോലും ഞങ്ങൾ 1-2 വർഷം കൊണ്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഈവൻ കോയമ്പത്തൂരും ചെന്നൈയിലും ഓഫീസ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇന്ന് അവിടെ ഒരു 10-20 കുട്ടികളെ പഠിക്കണുള്ളൂ. ശരിക്കും ഞങ്ങൾക്ക് അതൊരു 100, 200, 500 ആക്കാൻ അറിയിട്ടല്ലായിരുന്നു. പക്ഷെ ഞങ്ങൾ മനസ്സിലാക്കി കേരളത്തിൽ തന്നെ നിന്നിട്ട് ഇവിടെ എന്ത് പൊട്ടത്തരമാണ് നമുക്ക് ചെയ്യാം, നമ്മൾ ഇവിടുന്ന് തോറ്റം തന്നെ വിചാരിക്കുക, അടുത്ത സംസ്ഥാനത്ത് പോയിട്ട് നന്നായിട്ട് ബിസിനസ് നല്ല രീതിയിൽ മോഡൽ ബിൽഡ് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മളൊരു 10 സ്ഥലത്ത് പോയി തോൽക്കുന്നതിനേക്കാൾ നല്ലതാണ് ഒരു സ്ഥലത്ത് മര്യാദയ്ക്ക് പലതും ട്രൈ ഔട്ട് ചെയ്യാന്നുള്ളത്. അപ്പൊ ഞങ്ങൾ മലയാളം ലാംഗ്വേജ് കൂടെ ആയതോടെ ഞങ്ങൾ അറിയുന്ന ആൾക്കാർ കുറച്ചേ ഉള്ളൂ, മലയാളികൾ മാത്രമേ ഉള്ളൂ. നാളെ ഞങ്ങൾക്ക് ഇത് നല്ലൊരു മോഡൽ ഇട്ട് ബംഗാളിൽ പോയി ചെയ്താൽ നമ്മൾ അറിയുന്ന ആൾക്കാർ പോലും ഇല്ല, ഞങ്ങൾക്ക് പെട്ടെന്ന് ബിസിനസ് ബിൽഡ് ചെയ്യാം. ഞങ്ങൾ നിഷ് ഏരിയ, ചെറിയ ഏരിയയിൽ നല്ല രീതിയിൽ കോഴ്സിനെ ഇമ്പ്രൂവ് ചെയ്യാമെന്നും കമ്പനീസുമായുള്ള ടൈപ്പും പ്ലേസ്മെന്റും ആക്ടിവിറ്റീസും കാര്യങ്ങളും നമ്മുടെ വാല്യൂ പുഷ് ചെയ്യുന്നിടത്ത് വർക്ക് ചെയ്യാമെന്നും എന്നിട്ട് മാത്രം സ്കെയിൽ ചെയ്യാൻ തീരുമാനിച്ചു. അതുകൊണ്ട് ലാസ്റ്റ് 2 വർഷങ്ങൾ സ്കെയിൽ ചെയ്യാൻ നോക്കിയില്ല. ഞങ്ങൾ സ്കെയിൽ ചെയ്യാൻ നോക്കാണ്ട് ക്വാളിറ്റി പ്രോഗ്രാമിന് ഇമ്പ്രൂവ് ചെയ്ത് 7 മാസമുള്ള കോഴ്സിനെ 1 ഇയർ കോഴ്സിലോട്ട് മാറ്റി. അപ്പോൾ അതിൽ കുറേ സബ്ജക്റ്റും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യേണ്ടതുണ്ട്. അതേസമയം പ്ലേസ്മെന്റ് ടീമിന് വലിയ പ്ലേസ്മെന്റ് ടീമാക്കി. ഇന്ന് ഏകദേശം 15ഓളം പേരുള്ള പ്ലേസ്മെന്റ് ടീം ഉണ്ട് നമുക്ക്. ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ ഉണ്ടാവില്ല 15 സ്റ്റാഫ് ഡെഡിക്കേറ്റ് ആയിട്ട് പ്ലേസ്മെന്റ് വർക്ക് ചെയ്യണത് അല്ലേ. അവിടുത്തെ സബ്ജക്ട് പഠിപ്പിക്കുന്ന സ്റ്റാഫ് തന്നെ ആയിരിക്കും പ്ലേസ്മെന്റ് ടീമിന്റെ ആൾക്കാരുണ്ട്, അതിൽ 1-2 സ്റ്റാഫ് എക്സ്ട്രാ ഉണ്ടാവുള്ളൂ. ഇവിടെ 15 സ്റ്റാഫ് എക്സ്ട്രാ തന്നെയാണ് ഈ പ്ലേസ്മെന്റ് ടീമിന് വേണ്ടി. ഇവർ കമ്പനീസിനെ കോൺടാക്ട് ചെയ്യുക, അക്കൗണ്ട് മാനേജ് ചെയ്യുക, അവരുടെ കണ്ടിന്യൂസ് ഡിസ്കഷനും കാര്യങ്ങളും, നമ്മളെ ഇവന്റുകൾ ഹോസ്റ്റ് ചെയ്യാൻ നോക്കുക, HR-മായുള്ള കമ്മ്യൂണിറ്റി വൈബ് ക്രിയേറ്റ് ചെയ്യുക, അവിടെ ഒരു കമ്മ്യൂണിറ്റിനെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസാണ് അവിടെ ഡിഫൈൻ ചെയ്തത്. ഇതിനൊക്കെ പണിയെടുത്തിട്ട് കുട്ടികളെ കൂടുതൽ കൊണ്ടുവന്നിട്ട് കാര്യമുള്ളൂ അല്ലേ. അപ്പം ഇങ്ങനെയുള്ള പരിപാടികളാണ് ഞങ്ങൾ ചെയ്തത്. ഞാൻ അത്രേ പറഞ്ഞുള്ളൂ, നേരത്തെ പറഞ്ഞ കാര്യം. അതായത് ആരെന്ത് പറഞ്ഞാലും നമുക്ക് വാല്യൂ എന്നാണ് നമ്മുടെ റിസൾട്ട്, സാലറിയും കൗണ്ടും ആണ്. ഇത് കൗണ്ടബിളും ആണ്. ശരിയാണ്. മറ്റുള്ള ട്രെയിനിങ് പോലെയല്ല, ഇപ്പോൾ മോട്ടിവേഷൻ ക്ലാസ് പോലെയോ ട്രേഡിംഗ് ക്ലാസ് പോലെയോ ഒന്നല്ല. നമുക്ക് കൗണ്ടബിൾ റിസൾട്ട് ഉണ്ട്. ഇത് ഷോ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ എപ്പോഴും വാല്യൂ ആണ്. അപ്പോൾ നമ്മൾ അതിൽ പിടിക്കണം. ഇപ്പോൾ ബൈജൂസിന് ഈ പ്രശ്നമുണ്ട്. ഒരു കുട്ടി ട്യൂഷൻ പഠിക്കുന്ന കുട്ടി എത്ര ക്ലാസ് പാസ്സായെന്നാണ് അത് സ്കൂളിന്റെ മെച്ചാണോ ബൈജൂസിന്റെ മെച്ചാണോ എന്ന് പറ്റണില്ല. നമുക്കിവിടെ ക്ലാരിറ്റിയാണ്. നമ്മുടെ വരുന്ന പ്രോഗ്രാം ഈ കുട്ടി ഇതുകൊണ്ടാണ് ജോലി കിട്ടിയിട്ടുള്ളത്. പല ഒരു എഡ്യൂടെക് അല്ലെങ്കിലും ഇപ്പോൾ ഒരു പ്രീമിയം ഫിനാൻസ് ആണെങ്കിലും എഞ്ചിനീയറിംഗ് ബേസ്ഡ് പല പേര് പറയുന്നില്ല ട്യൂഷൻസ് അല്ലെങ്കിൽ ഹൈ എൻഡ് ലേണിംഗ് ആണെങ്കിലും ക്യാപെക്സ് ഭയങ്കര പ്രോബ്ലം. നമ്മൾ ഡിസ്കസ് ചെയ്ത പോയിന്റ് ശരിക്കും ആ ഒരു ഡിസിഷൻ ആയിരിക്കാം എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ഈ ഷോർട്ട് ടൈം ഗ്രോത്തിനുള്ള ഒരു ഫണ്ടമെന്റൽ എന്ന് തോന്നുന്നു. കാരണം വെച്ചാൽ ബാക്കി എല്ലാവരും നമ്മൾ 1-2 കാര്യം സംസാരിക്കുമ്പോൾ ഒരു ബ്രാഞ്ച് സെറ്റപ്പ് ചെയ്യണമെങ്കിൽ 10,000 സ്ക്വയർ ഫീറ്റ് മിനിമം വേണം, 4-5 കോടി രൂപ വേണം. അത് ഓപ്പറേഷണൽ ബ്രേക്ക് ഈവൺ ആവണമെങ്കിൽ 2-3 വർഷം പിടിക്കും. ആ സമയം കൊണ്ടാണ് നമ്മൾ ഈ ഒരു ഷോർട്ട് സ്പാനിൽ ഇത്ര എത്തിക്കുക. ശരിക്കും ആ ഒരു സ്റ്റാർട്ടപ്പ് തോട്ടാണ് ശരിക്കും ഇതിൻ്റെ എല്ലാം. അതെ, നമ്മൾ ആ സ്റ്റാർട്ടപ്പ് എന്താണെന്നും നമ്മൾ ആദ്യം സ്റ്റാർട്ടപ്പ് എന്ന് ചിന്തിക്കുമ്പോൾ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമോ ഫേസ്ബുക്ക് പോലുള്ള സോഫ്റ്റ്വെയർ കമ്പനിക്ക് മാത്രമേ സ്കെയിലബിൾ ആകാൻ പറ്റുള്ളൂ ചിന്തിക്കാം.
നമ്മളെപ്പോഴും സ്റ്റാർട്ടപ്പിനെ കുറിച്ച് പഠിക്കണപ്പോൾ വൈ കോമ്പിനേറ്ററിന്റെ വീഡിയോ കണ്ടവർ പറയും ഒരിക്കലും സ്കെയിലബിൾ അല്ലാന്ന് തോന്നുന്ന മോഡലിന് വേണം സ്കെയിൽ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ അതാണ് ആലോചിച്ചത്. അപ്പോൾ നമ്മൾ ആലോചിച്ച് വേറൊരു ഫിസിക്കൽ സാധനം ഊബർ, സ്വിഗ്ഗി, വേറൊന്നും ഫുഡ് ഉണ്ടാക്കണില്ല, അല്ലെ വണ്ടി കൊടുക്കുന്നത്. ഇപ്പോൾ ഊബർ പുതിയൊരു സിറ്റിയിലോട്ട് പോവാണ്, അവിടെ അവനൊരു കാറ് മേടിക്കുന്നില്ല, അവനോട് ഡ്രൈവറെ സാലറിക്ക് വെക്കുന്നില്ല, അവനോട് എണ്ണ അടിക്കുന്നില്ല, എന്നിട്ട് ആ സർവീസ് അവന് കൊടുക്കാൻ പറ്റുന്ന പോലെ തന്നെ ഞങ്ങളിപ്പോൾ ഹൈദരാബാദ് പോവുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ അവിടെ സ്പേസ് കൊടുക്കൂല, ഞങ്ങളൊരു അഡ്വാൻസും കൊടുക്കുന്നില്ല, ഞങ്ങളൊരു ടീച്ചറെ ഹയർ ചെയ്യണില്ല, എന്നിട്ട് എഡ്യൂക്കേഷൻ കൊടുക്കും. മനസ്സിലായില്ല? എന്നാൽ ഇതൊക്കെ ഉണ്ട് താനും, എന്നാൽ അത് കൊടുക്കും, നമ്മളായിട്ട് ഹയർ ചെയ്ത് ചെയ്യുന്നില്ല എന്നാണ്. ഇങ്ങനത്തെ ഒരു മോഡലാണ് ഉണ്ടാക്കിയത്. ഇതാണ് ഞങ്ങൾ കണ്ടുപിടിച്ച സാധനം തന്നെ. അപ്പോൾ ഇപ്പോൾ ഹൈദരാബാദ് പോകണം, ഞാനൊരു 2 ദിവസം മുന്നേ പോകും, ഒരു 10 കോർക്കി സ്പേസിനോട് സംസാരിക്കും. അതിന് മുന്നോട് മാർക്കറ്റിംഗ് സെയിൽ നടന്നുണ്ടാവും. അതിപ്പോൾ ഊബറും ചെയ്യണം, സ്വിഗ്ഗിയും ചെയ്യണം, മാർക്കറ്റിംഗ് സെയിൽസ്, അത് എല്ലാ സ്റ്റാർട്ടപ്പും ചെയ്യണം അല്ലേ. നമ്മൾ മാർക്കറ്റിംഗ് സെയിൽസ് ചെയ്ത് കസ്റ്റമർ കൊണ്ടുവന്നിട്ടുണ്ടാവും, ഓൺലൈൻ വിളിച്ച് സെയിൽ നടത്തിയിട്ടുണ്ടാവും. ഒരു 30 പേരാണെന്ന് വിചാരിക്കും, ഒരു കോർക്കി സ്പേസ് സംസാരിക്കും, 30 പേർക്കുള്ള സീറ്റ് അറേഞ്ച് ചെയ്യും. ഫീസ് വേറെ തന്നെയാണ്, ഫിസിക്കൽ സ്പേസിൽ വന്നിരിക്കാനുള്ള ഫീസ് വേറെ തന്നെയാണ്. അത് സ്റ്റുഡൻറ്റിന് നേരിട്ട് കൊടുക്കുന്ന ഒരു മോഡലാണ്. അത് കുട്ടിയുടെ ഡ്യൂറേഷൻ നമുക്കറിയില്ല, ബിക്കോസ് ഓരോ വീക്കും പാസ് ആവുന്നത് സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ചോളം സ്റ്റുഡൻറ്റിനെ ഡിപ്പെൻഡ് ചെയ്യും. ഈ വീക്ക് അവൻ പാസ്സായില്ല, അവനൊരു വീക്ക് കൂടി ഡ്യൂറേഷൻ കൂടി, അപ്പോൾ അവൻ്റെ ഫിസിക്കൽ സ്പേസിൽ ഇരിക്കുന്ന റെന്റ് ചിലപ്പോൾ മാറിയേക്കാം, കുറഞ്ഞേക്കാം, കൂടിയേക്കാം. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ മാറ്റി തന്നെ വെച്ചിട്ടുള്ളത്. അതിൻ്റെ റെന്റ് അവൻ തന്നെയാണ് പേ ചെയ്യുന്നത്. അപ്പോൾ അവൻ ഡിലേ വെക്കുന്തോറും അവന് റെന്റ് കൂടും. 12 മാസം പ്രോഗ്രാം ചിലപ്പോൾ 15 മാസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുക, 18 മാസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുക, 24 മാസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുക, 30 മാസം കൊണ്ട് മസ്റ്റായിട്ട് കംപ്ലീറ്റ് ചെയ്യണം. മാക്സിമം ടൈം ഞങ്ങൾ അത് അനുവദിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇത് അവൻ്റെ കയ്യിലാണ്. അപ്പോൾ അതുകൊണ്ട് 2 കാര്യങ്ങളുണ്ട്. ഒന്ന് സ്കെയിൽ ചെയ്യാൻ പറ്റി ഞങ്ങൾക്ക്, അതേസമയം ടീച്ചർ ഇല്ലാത്തതുകൊണ്ട് ശരിക്കും എഡ്യൂക്കേഷൻ ഗുണമായിട്ട് മാറുകയും ചെയ്തു. ഇപ്പോൾ ടീച്ചർ ഇല്ല എന്ന് പറയുമ്പോൾ എല്ലാവരും പിന്നെ പഠിപ്പിക്കാനില്ല, പിന്നെ ഞാൻ എന്തിനത്ര കോസ്റ്റ് പേ ചെയ്യുന്നതായിരിക്കും. പക്ഷെ ശരിക്കും ഇന്നിപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു മൊബൈൽ ഡെവലപ്മെൻറ്റ് പഠിക്കുകയാണ്, ഇന്ന് സൂപ്പർ ടെക്കീസാണ്, യൂട്യൂബിലും പല മെറ്റീരിയലും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ. ഈവൻ മൊബൈൽ ആൻഡ്രോയിഡ് ഉണ്ടാക്കുന്ന ആൾക്കാർ വരെ പഠിപ്പിക്കുന്നുണ്ട്. ഇവരുടെ അടുത്ത് നിന്ന് പഠിക്കുന്നതിന് പകരം ഇവരുണ്ടാക്കിയ ബുക്ക് പഠിച്ച് ടീച്ചർമാരിവിടെ കാണാതെ പഠിച്ച് എക്സാം എഴുതിപ്പിച്ചിട്ട് ഒരു ക്വാളിറ്റി ആവണില്ല അവന്. കോളേജിലും മറ്റു ഇൻസ്റ്റിറ്റ്യൂട്ടിലും പ്രശ്നം അതാണ്. അവിടെ അവർ ക്വാളിറ്റി കോംപ്രമൈസ് ചെയ്യണം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് കേരളത്തിലെ, അവൻ അവിടെ ഒരു പൈത്തൺ ടീച്ചറെ കൊണ്ടുവരാണ്, ഒരു 50,000 മാക്സിമം പേ ചെയ്യാൻ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് റെഡി ആവുള്ളൂ. 50,000 പൈത്തൺ നല്ല ഡെവലപ്പർക്ക് ഒരു 3 വർഷം ആകുമ്പോഴത്തേനും 1 lakhന് മുകളിൽ എന്തായാലും ഡെവലപ്മെന്റ് സാലറി കിട്ടും. പിന്നെ അവന് ഈ 50,000 രൂപയ്ക്ക് വന്ന് വർക്ക് ചെയ്യണമെന്ന് അവന് ക്വാളിറ്റി ഇല്ലാത്തതുകൊണ്ടായിരിക്കും വർക്ക് ചെയ്യുള്ളൂ അല്ലേ. ക്വാളിറ്റി ഉള്ള നല്ല ട്രെയിനറെ കിട്ടണം 1, 2, 3 ലക്ഷം കൊടുക്കേണ്ടി വരും. എത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് കൊടുക്കേണ്ടി കേരളത്തിൽ? അപ്പോൾ അവർ ക്വാളിറ്റിയിൽ അവിടെ കോംപ്രമൈസ് ചെയ്യേണ്ടി വരാണ്. നമുക്ക് ടീച്ചേഴ്സ് ഇല്ല, അപ്പോൾ ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്യണില്ല. പാർട്ട് ടൈം ആയിട്ട് ഹയർ ചെയ്യുന്നു, പാർട്ട് ടൈം ആയിട്ട്. നമ്മൾ വെച്ചാൽ അതാണ് പെർ സ്റ്റുഡന്റ്. ഇപ്പോൾ ഒരു സ്റ്റുഡന്റ് ഉണ്ടെങ്കിൽ അവന് റിവ്യൂ ചെയ്യേണ്ട ആവശ്യമുള്ളൂ അല്ലേ. ഇതുപോലെ ഊബർ വരെയാണ്, കസ്റ്റമർ ഉണ്ടെങ്കിൽ അവിടെ കാറിന്റെ ആവശ്യമുള്ള, അവിടെ എണ്ണ അടിക്കേണ്ട ആവശ്യമുള്ള, ഡ്രൈവർ വന്ന ആവശ്യമില്ല അല്ലേ. ഇതുപോലെയാണ് നമുക്കൊരു സ്റ്റുഡന്റ് ഉണ്ടെങ്കിൽ അതിനൊരു ഡെവലപ്പർ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടാവും, അവനെ നമ്മൾ ഇന്റർവ്യൂ എടുത്തിട്ടുണ്ടാവും, അവനൊരു പ്രൊസീജിയർ ഉണ്ട് നമുക്ക് അവിടെ സെലക്ട് ചെയ്യാൻ. അപ്പോൾ ആ പ്രൊസീജിയർ അവനെ സെറ്റ് ആക്കിയിട്ട് അവൻ ഈ സ്റ്റുഡന്റിന് റിവ്യൂ എടുത്തണം ഓരോ വീക്കും. അപ്പോൾ അവൻ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാൻഡേർഡ് അനുസരിച്ച് അവന് റിവ്യൂ ചെയ്യുള്ളൂ. ആ ടെക്കി ഒരിക്കലും നമ്മളെ കൂടെ ഫുൾ ടൈം ആയിട്ട് വന്നൊരു പ്രശ്നം കൂടെ ഉണ്ട്. അവൻ അടുത്ത മാസം മുതൽ അവൻ പുതിയ ട്രെൻഡുകൾ മനസ്സിലാക്കില്ല, അവൻ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന സ്റ്റോപ്പ് ആകാൻ പാടില്ല. അതും ഞങ്ങളുടെ ആവശ്യമാണ്. ബിക്കോസ് അവൻ്റെ പുതിയ ഇൻഫർമേഷൻ, അവൻ നോളജ് ഉണ്ടായാൽ മാത്രമേ ഈ സ്റ്റുഡൻറ്റിനെ അപ്ഡേറ്റ് ചെയ്യുള്ളൂ അല്ലേ. അപ്പോൾ ഒരിക്കലും ഇവനെ ഫിക്സ്ഡ് ആയിട്ട് അതായത് ഞങ്ങളെപ്പോഴും പറയുന്നത്, ഒരു എഡ്യൂക്കേഷനിൽ ഒരിക്കലും ഇൻഡസ്ട്രിയിലുള്ള ആൾക്കാർ ഒരിക്കലും ഫുൾ ടൈം ട്രെയിനറായിട്ട് കൊണ്ടുവരാൻ പാടില്ല. അവൻ്റെ നോളജ് അതോടെ സ്റ്റോപ്പ് ആവും. പഠിക്കാലോ എന്നൊക്കെ നമ്മൾ പറയും, പക്ഷെ മെജോറിറ്റി ആൾക്കാർ ഇതൊന്നും എടുക്കില്ല. അപ്പോൾ നമ്മൾ പറയുന്നത് ഒരിക്കലും ഫുൾ ടൈം ട്രെയിനേഴ്സായിട്ട് വരുന്ന ആൾക്കാർ ഇൻഡസ്ട്രിയിൽ പിന്നെ അപ്ഗ്രേഡ് ഉണ്ടാവില്ല. ഒന്നാമത് 2 വർഷം 5 വർഷം കൂടുമ്പോൾ ടെക്നോളജി മൊത്തത്തിൽ മാറുകയാണ്. അത്രയും ഫാസ്റ്റായിട്ട് മാറുന്ന ഒരു ഫീൽഡും കൂടിയാണ്. അപ്പോൾ നമ്മൾ ലേറ്റസ്റ്റ് സാധനങ്ങൾ കുട്ടികൾക്ക് കിട്ടണം. അപ്പോൾ ഇത് ഇവരുടെ അടുത്ത് നിന്നേ കിട്ടുള്ളൂ. ഒരു യൂണിവേഴ്സിറ്റി പോയാൽ കിട്ടൂല, ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് പോയാൽ കിട്ടൂല. അപ്പോൾ നമ്മൾ അങ്ങനത്തെ ഒരു സിസ്റ്റം ഉണ്ടാക്കി. ശരിക്കും ടീച്ചേഴ്സ് വരുന്നതിനേക്കാളും കൂടുതൽ നോളജാണ് വരുന്നത് അല്ലേ. പക്ഷെ തുടക്കക്കാർക്കൊരു ബുദ്ധിമുട്ടുണ്ടാവും. അതായത് ഇപ്പോൾ എന്താണ്, ആദ്യമായിട്ട് വന്നിട്ട് ട്രെയിനർ ഇല്ലാതെ ഞാൻ അങ്ങനെ പഠിക്കുക. അപ്പോൾ ചെറിയ ടോപ്പിക് നമ്മൾ റിസർച്ച് ചെയ്യാൻ കൊടുക്കുക, അതിലോട്ട് മാനസികമായിട്ട് വരുന്ന എത്താനുണ്ട്. എത്തിക്കഴിഞ്ഞാൽ സെറ്റാവും. ഇതൊക്കെ പറയുമ്പോൾ എല്ലാവരും പേടി എന്താണെന്നറിയോ, അയ്യോ ഞാൻ IT ഇതുവരെ പഠിച്ചിട്ടില്ലല്ലോ, ബിടെക് പഠിക്കാത്തവർക്ക് ഇതൊക്കെ അങ്ങനെ പറ്റുകയെന്ന് ചിന്തിക്കും. പക്ഷെ 70% ആൾക്കാർ ഇവിടുന്ന് പാസ്സായി ജോലി കിട്ടിയ ആൾക്കാർ വേറെ ഫീൽഡിലുള്ള ആൾക്കാർ. ഇത് ഈ 2000 ജില്ലാ പ്ലേസ്മെന്റിൽ 70% 1500 അടുത്തെത്തി. ഇത്രയും ആൾക്കാർക്ക് പറ്റുന്നുണ്ടെങ്കിൽ എല്ലാവർക്കും പറ്റുമെന്നാണ് പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ ഈ നമ്പറിലൂടെ ഞങ്ങൾ പ്രൂവ് ചെയ്യുക ചെയ്തത്. നമ്മളിത് വെറുതെ പറയുകയാണെങ്കിൽ ശരിയല്ല എന്ന് വേണം പറയാം. ടെസ്റ്റിമോണിയൽസ് ആണ് വീണ്ടും കസ്റ്റമേഴ്സ് ആയിട്ട് നമുക്ക് വരുന്നുകൊണ്ടിരിക്കുന്നത്. ഫൈനലി ലൈക്ക്
നെക്സ്റ്റ് ഒരു 5 ഇയറിൽ നമ്മൾ വെറുതെ ചോദിക്കുകയാണ്, നമുക്ക് അറിയുന്ന കാര്യമാണെങ്കിലും ഞാൻ നിജിയുടെ വായിൽ നിന്ന് അറിയാനാണ്, എനിക്കൊരു ലിസ്റ്റിങ്ങിലേക്ക് പോകണം, അല്ലെങ്കിൽ നല്ലൊരു അക്വിസിഷനിലേക്ക് പോകണം, അതല്ലെങ്കിൽ എനിക്ക് സസ്റ്റൈനബിൾ ആയി കുറച്ചും കൂടി ഒരു നമ്പറിലേക്ക് എത്തണം. നമ്മുടെ വിഷൻ ഉണ്ടാവില്ല, നമ്മളെപ്പോഴും 2 ഇയർ ഗോൾ, 3 ഇയർ ഗോൾ, 5 ഇയർ ഗോൾ എന്നൊക്കെ പറയുകയാണെങ്കിൽ എന്തായിരിക്കും നമ്മൾ പ്രോട്ടോടൈപ്പിനെ നെക്സ്റ്റ് 3-5 ഇയേഴ്സിൽ എവിടെ എത്താനാണ് ആഗ്രഹിക്കുന്നത്? ഞാൻ ആദ്യം മുതലേ ടീമിനോട് പറയുന്ന കാര്യമുണ്ട്, ഒരു 20,000 കോടിക്കാണ് നമുക്ക് പ്രോട്ടോടൈപ്പ് സെല് ചെയ്യാൻ പറ്റണം മിനിമം. അതിലൂടെ ഒരു ടീമിന് ഒരു 3,000 CR എനിക്ക് വീതിച്ചു കൊടുക്കാൻ പറ്റണം. 100 പേരെ ഞാൻ കോടീശ്വരന്മാരായി കൊടുക്കുന്നതാണ് ഞാൻ ടീമിനോട് അതിലോട്ട് എങ്ങനെ എത്തുന്നു മാത്രമേ എന്റെ മനസ്സിലുള്ളൂ. അതിലോട്ട് എത്ര നല്ല രീതിയിൽ കസ്റ്റമറെ സെർവ് ചെയ്യണം, നല്ല രീതിയിൽ സർവീസ് കൊടുക്കണം, ഇതാണ് എന്റെ മനസ്സിലുള്ളൂ. ഇത് എങ്ങനെ ചെയ്യും എന്നുള്ള കാര്യത്തിൽ ഇത് IPO ആയിട്ട് ഇവർക്ക് കോടീശ്വരന്മാരാക്കി കൊടുക്കണോ, അതോ ഞാൻ ഒബ്വിയസ്ലി ആവുമല്ലോ, എന്റെ ടീമിനെ 100 പേരെങ്കിൽ കോടീശ്വരനാക്കാൻ പറ്റും, ഞാൻ ഓട്ടോമാറ്റിക്കലി ആയിട്ട് ബില്യണർ ആയിട്ടുണ്ടാവും. എനിക്ക് ബില്യണറെങ്കിലും ആവണം എന്നുള്ളതാണ് എൻ്റെ ആവശ്യം. അപ്പം ഞാനിതാണ് കാണുന്നത്. അപ്പോൾ ഇതിലോട്ട് എങ്ങനെ എത്താൻ പറ്റും സത്യം പറഞ്ഞാൽ എനിക്ക് ക്ലാരിറ്റി ഇല്ല. ഞങ്ങളൊരു 2027 ഇതേ ഗ്രോത്ത് തമിഴ്നാടിനോട് പിടിക്കാനുള്ള പരിപാടിയാണ് ഇപ്പോൾ ചെയ്യുന്നത്. അതിന് കൂടുതലൊന്നും പ്ലാൻ ചെയ്യുന്നത്, ബിക്കോസ് നമ്മളിപ്പോൾ പോസിറ്റീവാണ്. നമുക്ക് ഇനി ഒരു തമിഴ്നാട് എക്സ്പാൻഷൻ നമുക്ക് ₹1 പുറത്തെടുക്കേണ്ട ആവശ്യമില്ല, മാർക്കറ്റ് ചെയ്യാനൊന്നും ഞങ്ങൾക്ക് അതിനൊന്നും ഒരു പ്രോബ്ലം ഇല്ല. അപ്പോൾ അതുകൊണ്ട് 3-4 സംസ്ഥാനം വരെ നമുക്ക് ചെയ്യാൻ ഇപ്പോൾ ഒരു പ്രോബ്ലം ഇല്ല, ഫണ്ടിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ തമിഴ്നാട് പിടിക്കാന്ന് ഇപ്പോൾ 2027 എന്നുള്ളതാണ്, അതിന് വേണ്ടിയുള്ള ആക്റ്റീവ് വർക്കാണ് ചെയ്യുന്നത്. അപ്പോഴേക്ക് ലേൺ ചെയ്യണം എന്നാണ് എൻ്റെ ആഗ്രഹം. എനിക്ക് സത്യം പറഞ്ഞാൽ എപ്പോഴും IPO എങ്ങനെ ചെയ്യുക, അല്ലെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾ എന്താണ്, അതൊക്കെ നിങ്ങളെ പോലുള്ള ആൾക്കാർ വേണം പഠിക്കാൻ. നമുക്ക് അതിനെ കുറിച്ച് അറിയില്ല, റിയാലിറ്റി ഞാൻ പറഞ്ഞു. നമ്മൾ പക്ഷേ അറിയില്ല എന്ന് പഠിക്കാനും റെഡിയാണ്. അത് എവിടുന്ന കേൾക്കുക, അവിടെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ പഠിക്കണം. നമ്മുടെ ടീമിന് എങ്ങനെ ESOP കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്, 15% കൊടുക്കാന്ന് പറഞ്ഞിട്ട്. പക്ഷെ എങ്ങനെ കൊടുക്കാം, അത് എപ്പോഴാണ് കൊടുക്കേണ്ടത്, അതിന്റെ ക്ലാരിറ്റി ഒക്കെ നമ്മൾ കേട്ട പല ഇൻഫർമേഷൻസ്. ഇപ്പോൾ ഒരു ഇൻവെസ്റ്റർ വരുമ്പോൾ, ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇൻവെസ്റ്റർ വരുമ്പോൾ നമുക്ക് കൊടുക്കേണ്ടി വരും എന്നൊക്കെ പറയാം. ഇതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ ഇത് എങ്ങനെയാണ്, എത്ര % അവർക്ക് കൊടുക്കുക, എന്ത് വാല്യൂലാണ് ഇത് കൊടുക്കേണ്ടത്, ഈ KPIs ഒക്കെ വെച്ചിട്ട് എങ്ങനെയാണ് ഇത് കൊടുക്കുക, അതിന് ക്ലാരിറ്റി ഇല്ല. അത് ആ ഒരു ഐഡിയ ഉണ്ടെന്ന് ഇതൊക്കെ പഠിക്കണം. ഞങ്ങൾ 2027 വരെ കണ്ടിട്ടുള്ളത് ഇതോടെ എത്തിക്കുക. അപ്പോഴേക്കും ഞങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പഠിക്കുക. മനസ്സിലായില്ലേ? IPO പോയാലാണ് ബെനിഫിറ്റ്, അതോ കമ്പനി വല്ല നല്ല അക്യൂസിഷൻ നോക്കണോ എന്നുള്ള ആലോചിക്കുന്നുണ്ട്. അക്യൂസിഷൻ ആയിരുന്നു ആദ്യത്തെ വലിയ പ്ലാന്. വേറെ നല്ല അക്വയർ ചെയ്യണം നല്ലായിരുന്നു. പക്ഷെ കുറച്ച് നമുക്ക് മനസ്സിലാക്കി കൊടുത്തോളം സ്ട്രോങ് ടീം മെമ്പേഴ്സിനെ മേക്ക് ചെയ്യണം, അല്ലെങ്കിൽ സ്റ്റുഡൻസിനെ മേക്ക് ചെയ്യുന്ന പ്രോഗ്രാമാണ് നമ്മളത്. അതായത് റിസർച്ച് നടത്തി പഠിക്കുന്ന സ്റ്റുഡൻസിനെ ഉണ്ടാക്കുന്ന പ്രോഗ്രാമാണ്. നാളെ ഞങ്ങളിപ്പോൾ വേറെ ഏത് സ്റ്റാർട്ടപ്പിൽ ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പോൾ തന്നെ ഞങ്ങൾ സ്റ്റാർട്ടപ്പിൽ പലതിനും ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഞങ്ങൾ മനസ്സിലാക്കിയെടുത്തോളം എല്ലാ സ്റ്റാർട്ടപ്പിനും സ്ട്രോങ് ടീം മെമ്പേഴ്സ് വേണം. നല്ല ടീം മെമ്പേഴ്സിനെ മേക്ക് ചെയ്യുന്ന പ്രോഗ്രാം നമ്മുടെ അടുത്തുണ്ടാകുമ്പോൾ ഈ പ്രോഗ്രാം നമ്മൾ ഇതുപോലെ കൊണ്ടുപോയിട്ട് IPO ഒക്കെ ആയിട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ എല്ലാ കാലത്തും നല്ല ആൾക്കാരെ മേക്ക് ചെയ്യണം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഫോറിൻ ഡിഗ്രിയിൽ അല്ലെങ്കിൽ നമ്മൾ അറിയുന്ന സ്റ്റാർട്ടപ്പ് ഫൗണ്ടേഷനൊക്കെ നല്ല റിസോഴ്സ് നമ്മൾ ഇവിടെ നിന്നാണ് കൊടുക്കുന്നത്. ബിക്കോസ് ഇത്രയും രീതി എല്ലാ വീക്കിലും മോണിറ്റർ ചെയ്തുകൊണ്ടുള്ള സിസ്റ്റത്തിലൂടെ ഒരു കുട്ടി കടന്നു വരുമ്പോൾ ഇവൻ പ്രോ ആയിട്ട് വരുന്നത്, ഇവനെ പോലുള്ള നല്ല റിസോഴ്സുകളെ മേക്ക് ചെയ്യുന്ന പ്രോഗ്രാം നമ്മളെ കയ്യിലുണ്ട്. ഇത് കൊണ്ടേ കളയണമെന്നുള്ള ആലോചനയാണ്. നല്ല ആൾക്കാരെ നമ്മൾ മേക്ക് ചെയ്യണം. അപ്പോൾ ഇതെല്ലാ കാലത്തും നമ്മുടെ കയ്യിൽ നിന്നുകൊണ്ട് മറ്റുള്ള സ്റ്റാർട്ടപ്പുകൾ ഇതിൽ ടീം മെമ്പേഴ്സിനെ എക്സിക്യൂട്ട് ചെയ്തിട്ട് മറ്റുള്ള സ്റ്റാർട്ടപ്പുകൾ നമ്മൾ ബിൽഡ് ചെയ്യാനുള്ള സപ്പോർട്ട് കൊടുത്ത് കഴിയുമ്പോൾ നല്ലൊരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ ചിന്തിച്ചു ഞങ്ങൾ ഇത്രയും വാല്യബിൾ ആയിട്ടുള്ള ആൾക്കാരെ മേക്ക് ചെയ്യുന്ന പ്രോഗ്രാമ്. അത് വർക്ക് എത്തിക്ക് ആയിക്കോട്ടെ, വർക്കിനോട് ആൾക്കാർ നെഗറ്റീവ് അസോസിയേഷൻ ഉണ്ട്, മണി ഉണ്ടാക്കുന്നതിനോട് നെഗറ്റീവ് അസോസിയേഷൻ നാട്ടിൽ, ഇതൊക്കെ ബ്രേക്ക് ചെയ്തുള്ള മൈൻഡ് സെറ്റുള്ള ആൾക്കാരെയാണ് നമ്മൾ ബിൽഡ് ചെയ്യുന്നത്. അപ്പൊ അവര് നല്ല രീതിയിൽ എല്ലാ കാലത്തും നമുക്ക് ഉപയോഗിക്കാം അല്ലേ. അവര് നമ്മൾ കൂടെ കൂടി കഴിയുമ്പോൾ വലിയ വലിയ സൊല്യൂഷൻസ് നമുക്ക് ഉണ്ടാക്കാൻ പോലെ. അപ്പൊ ഇതിനാണ് ഞങ്ങൾ നോക്കുന്നത്. അപ്പോൾ ഞങ്ങൾ വെച്ച് 2027 ഇതൊന്നും ഉണ്ടാക്കിയിട്ട് അതിനുള്ളിൽ നമ്മൾ ലേൺ ചെയ്യാം. IPO വേണോ, അക്യൂസിലോട്ട് പോകണോ, കുറച്ചുകൂടി ഡീറ്റെയിൽ ലേൺ ചെയ്യാം. ആ ഒരു ഫണ്ടമെന്റൽ ഇപ്പോഴും എനിക്ക് വളരെ ഇംപ്രസീവ് ആയിട്ട് തോന്നുന്നത് ഫണ്ടിനേക്കാൾ ഉപരി ആ ഒരു ഫണ്ടബിലിറ്റി, ആ ഇൻവെസ്റ്റ്മെന്റിലേക്കുള്ള ഫൗണ്ടേഷൻ കറക്റ്റ് ചെയ്തതിന് ശേഷം ബാക്കി നോക്കാവുന്നതാണ്. അതറിയില്ല എന്നുള്ളത് പറയുന്ന വേണം, എന്നാലും നമുക്ക് ലേൺ ചെയ്യാൻ പറ്റുള്ളൂ. ആരൊക്കെ ഇനി പഠിപ്പിക്കാൻ വരുന്നു നമുക്ക് ലേൺ ചെയ്യാൻ റെഡിയാണ്. മനസ്സിലായി. തുടക്കത്തിൽ മുതലല്ലോ. അപ്പം നമ്മൾ തുടക്കത്തിൽ നമ്മളെല്ലാം പഠിക്കാൻ അങ്ങോട്ട് പോകണമായിരുന്നു. ഇന്ന് നമുക്ക് ഒരുപാട് ഫിനാൻഷ്യൽ അഡ്വൈസ്, നമുക്ക് മണി മേക്ക് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ പ്രത്യേകതയാണ്. അതായത് മണി ക്രിയേറ്റ് ചെയ്യാൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ മണി മാനേജ് ചെയ്യാൻ നമ്മളെ പഠിപ്പിക്കാൻ ആൾക്കാർ വരും എന്നുള്ളതാണ് അയാൾ പഠിച്ചത് അല്ലേ. അത് ക്രിയേറ്റ് ചെയ്യാൻ പഠിച്ചാൽ മതി, ബാക്കി നമ്മൾ പറഞ്ഞുതരാൻ വരും. ഉണ്ടാക്കാനും മെയിൻറ്റെയിൻ ചെയ്യാനേ ബുദ്ധിമുട്ടുള്ളൂ. മറ്റേതിലൊക്കെ ആൾക്കാർക്ക് പൈസ കൊടുത്താൽ കിട്ടും. അതെ അതെ. അപ്പൊ അത് ഇനി ലേൺ ചെയ്യണം എന്നുള്ളതാണ് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത്. പക്ഷെ ഇതിനിടയ്ക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ തിരുത്തുകയും ഇമ്പ്രൂവ് ചെയ്യുകയും ചെയ്തു. ഇനി 2 വർഷത്തിനുള്ളിൽ തമിഴ്നാട് പിടിച്ച് കാണിച്ചു കൊടുക്കണം. അപ്പൊ അത് തമിഴ്നാട് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അത് കഴിഞ്ഞതിന് ശേഷമാണ് ശരിക്കും അതിന്റെ ഇടയ്ക്ക് പഠിക്കണം, പഠിച്ചതിന് ശേഷം തീരുമാനിക്കാന്ന് വിചാരിക്കും. ഇത് പറഞ്ഞപ്പോഴാണ് ആക്ച്വലി നമ്മളൊരു VC ഫണ്ടിങ്ങുമായി ബന്ധപ്പെട്ട ഒരു ഡിസ്കഷൻ ലാസ്റ്റ് ഇയർ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു പ്രമുഖ സ്ഥാപനം, ഒരു സ്റ്റേറ്റ് ഞാൻ പറയുന്നില്ല, അവർ ഏകദേശം ഒരു 45 കോടി രൂപയോളം
ചെയ്യുന്നുണ്ട് 1 വർഷം, ടെക്കായിട്ടും ഹൈബ്രിഡായിട്ടും. അപ്പോൾ ഒരു VC വന്നപ്പോൾ VC എപ്പോഴും നോക്കുന്നത് പാൻ ഇന്ത്യ, പാൻ വേൾഡ്, എങ്ങനെ സ്കെയിലബിൾ ആവാം. ഞാൻ നിങ്ങൾക്ക് ഒരു 10 കോടി തന്നാൽ എനിക്ക് 5 വർഷം കൊണ്ട് 50-100 ആവണം, അല്ലെങ്കിൽ പുള്ളി ഇൻവെസ്റ്റ് ചെയ്യില്ല. അപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾ 2-3 സ്റ്റേറ്റിൽ ഫണ്ട് തരാം, ചെയ്ത് കാണിക്ക്. ഇതേ ടെക്ക് വെച്ചിട്ട് നിങ്ങൾക്ക് 1 ഇയർ കൊണ്ട് മിനിമം ഒരു 1000 പേരെങ്കിലും അക്വയർ ചെയ്യാൻ പറ്റിയാൽ ഞങ്ങൾ ചെയ്യാം. അല്ലാത്ത കേസിൽ ഒരു പ്രൊഫഷണൽ ഇൻവെസ്റ്റ്മെന്റ് വരുന്നത് കുറച്ചൊരു പാടായിരിക്കും, ബുദ്ധിമുട്ടാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ തന്നെയല്ലേ? അതെ അങ്ങനെ തന്നെയാണ്. അത് നമ്മൾ അത് തന്നെയാണ്, അത് പ്രൂവ് ചെയ്യുന്ന വേണം. അടുത്തിപ്പോ നമ്മളിപ്പോ ഇവിടെ എന്തോ ലക്കിൽ വന്നതാണോ എന്നുള്ള ചിന്ത നമുക്ക് പ്രൂവ് ചെയ്യണമല്ലോ. നമുക്ക് അഡ്വാൻറ്റേജസ് ഉണ്ട്, മലയാളമാണ്, കേരളമാണ്. അതെ അത് അടുത്ത ലാംഗ്വേജിലൂടെ ചെയ്യണം, ചെയ്ത് കാണിക്കണം. ചെയ്ത് കാണിച്ചിട്ട് നമുക്കും നമ്മുടെ വാല്യൂ ഇല്ലാത്തതാണ്. നമ്മൾ പിന്നെ അവിടെ ഫണ്ട് എടുക്കാൻ പോവുക അല്ലെങ്കിൽ അതിൽ വാല്യൂ ഇല്ല. നമ്മൾ ശരിക്കും അത് വാല്യൂ ക്രിയേറ്റ് ചെയ്യുന്ന വേണം. അപ്പോൾ നമ്മൾ അതാണ് ഇനി ചെയ്ത് കാണിക്കേണ്ടത്. അത് ചെയ്ത് കാണിച്ചതിന് ശേഷം മാത്രമേ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുള്ളൂ. ഓക്കെ.